Let me now invite the following dignitaries onto the dais. I request Dr. Shaji A, President of IMA Peritnhalmanna branch, to accompany our esteemed guest, Dr. Joseph Benavent, President of Indian Medical Association, Kerala State Branch. Please welcome him with a loud round of applause. Dr. Srivalsan K.A., President-elect of IMA Kerala State Branch. Dr. Santosh Kumar, President-elect of IMA Peritnhalmanna branch. Dr. B.U. Sidhi, past National Vice President of Indian Medical Association. Dr. A.V. Jayakrishnan, past President, IMA Kerala State Branch. Dr. Samuel Koshi, past President, IMA Kerala State Branch. Dr. Jnanadas, Chairman, District Committee. Dr. Krishnadas Aladat, Vice President, IMA Peritnhalmanna branch. Dr. Jalil KB, Secretary, IMA Peritnhalmanna branch. Dr. Sujit Nair, Treasurer, IMA Peritnhalmanna branch. And Dr. Shamjit AA, the new Secretary-elect. I call upon Dr. Jalil KB to adorn the collar onto the President. With your permission, adorning collar to the President. With your permission, the entire meeting is being recorded and telecasted in the YouTube. Please standing. ഒരു കണ്ടോലൻസ് ഉണ്ട്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ പി കെ റിയാസ് പൊന്നാനി ബ്രാഞ്ചിൻ്റെ പാസ്റ്റ് പ്രസിഡൻ്റ് ആയിരുന്നു. He was chairperson of BOT SS2. He was state working committee member and is the chairman of Child and Adolescent Committee of IMA KSB. And he is a good friend of ours. എല്ലാ ഞങ്ങളുടെ മീറ്റിങ്ങുകളിലും ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന പി കെ റിയാസ് ഇന്ന് രാവിലെ ഒരു മാസീവ് ഹാർട്ട് അറ്റാക്ക് മൂലം സേലത്ത് വെച്ച് മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. Please keep standing for the flag salutation by Dr. Sujit S. Nair. We, the members of Indian Medical Association, stand here to salute our national flag. Its honor and glory shall be our light and strength, and its course shall be our course. We pledge our allegiance to it, and realizing our responsibilities as the accredited members of this organization, we swear we will dedicate everything in our power to see it fly high in the Committee of Nation. Jai Hind, Jai IMA. Thank you, Dr. Sujit. I call upon Dr. Krishnadas Aladat, Vice President of IMA Peritnhalmanna branch, to welcome the gathering. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 2024-25 വർഷത്തേക്കുള്ള നമ്മുടെ IMAയുടെ പെരിന്തൽമണ്ണ ബ്രാഞ്ചിൻ്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേക്കുന്ന ഈ വർണ്ണശബളമായ ചടങ്ങിലേക്ക് എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ കേരള സ്റ്റേറ്റ് ഘടകം IMAയുടെ പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനുവനെ ഞാൻ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങ് ധന്യമാക്കാൻ എത്തിച്ചേർന്നുള്ള നമ്മുടെ വിശിഷ്ട അതിഥിയും അടുത്ത IMAയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഡോക്ടർ ശ്രീവിലാസൻ സാറിനെ ഞാൻ ഈ സ്നേഹപൂർവ്വം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ 2 വർഷത്തെ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച് തൽക്കാലം പടിയിറങ്ങി പോകുന്ന നമ്മുടെ IMAയുടെ പെരിന്തൽമണ്ണ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ
ഷാജി അബ്ദുൽ ഗഫൂർ സാറിനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മോട് കൂടെയുള്ള നമ്മുടെ IMA പെരിന്തൽമണ്ണ ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി ഡോക്ടർ KB ജലീൽ സാറിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് കുമാർ സാറിനെയാണ്. അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹമാണ് ഇനി അടുത്ത കുറച്ച് വർഷങ്ങൾ നമ്മുടെ IMAനെ നയിക്കുക, പെരിന്തൽമണ്ണ ബ്രാഞ്ചിനെ നയിക്കാൻ ഉള്ള എന്താ പറയുക പ്രധാന വ്യക്തിത്വം. അതുപോലെ തന്നെ പുതിയതായി നമുക്ക് സെക്രട്ടറി ആയിട്ട് കിട്ടിയുള്ളത് യുവ രക്തം ഡോക്ടർ ഷംജിത്ത്. അദ്ദേഹത്തെ ഞാൻ ഈ സദസ്സിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പിന്നെ നമ്മുടെ കഴിഞ്ഞ കേരള സ്റ്റേറ്റ് IMA ഘടകത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന സാമുവൽ കോശി സാറിനെ ഞാൻ സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ IMA ഉള്ള കാലം മുതൽക്ക് നമ്മുടെ നെടുന്തൂണായി പ്രവർത്തിച്ചിരുന്ന ഇപ്പോഴും നമ്മുടെ കൂടി സജീവമായി രംഗത്തുള്ള നമ്മുടെ VU സീതി സാറിനെ ഞാൻ സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ KA സീതി സാറ് അവിടെ സദസ്സിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ജ്ഞാനദാസ് സാറിനെ സ്നേഹപൂർവ്വം ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ IMAയുടെ സെക്രട്ടറി ഖജാൻജി ആയിരുന്നു ഡോക്ടർ സുജിത് S. നായർ. അദ്ദേഹം ഇപ്പം തൽക്കാലം സ്ഥാനം മാറി. ഇനി അടുത്ത ഭാരവാഹിയായിട്ടുള്ള നമ്മുടെ സുജിത് സാറിനെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി അടുത്ത ട്രഷറർ ഡോക്ടർ രാജീവാണ്. അദ്ദേഹത്തെ ഞാൻ ഇതിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഈ പരിപാടികളിലെല്ലാം സജീവമായി പങ്കെടുക്കുന്ന നമ്മുടെ സീനിയർ ഡോക്ടർമാർ, മറ്റ് പ്രമുഖ വ്യക്തികൾ എല്ലാവരെയും ഞാൻ ഇതിൽ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ മറ്റ് IMA ബ്രാഞ്ചിലെ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരൊക്കെ നമ്മൾ ക്ഷണിച്ചിരുന്നു. അവരുടെ അസാന്നിധ്യത്തിൽ അവർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ ഉള്ള നാഷണൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ AV ജയകൃഷ്ണൻ സാറിനെ ഞാൻ സ്നേഹപൂർവ്വം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് IMA ബ്രാഞ്ചിലെ ആൾക്കാർ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരൊക്കെ വരാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അവർക്ക് എത്താൻ കഴിഞ്ഞില്ല. എന്തായാലും അവരെ ഞാൻ ഈ സദസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ നമുക്ക് കുറേ സംഘാടകരുണ്ട്. അവരെ ഞാൻ സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ്, അതുപോലെ JCI മെമ്പേഴ്സ്, പ്രസ് ആയിട്ടുള്ള നമ്മുടെ എല്ലാ IMAയുടെ എല്ലാ വിവരങ്ങളും അപ്പോൾ നമ്മുടെ ലോകത്തെ അറിയിക്കുന്ന നമ്മുടെ പ്രസ് മീഡിയാസിൻ്റെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ MLA വരാമെന്ന് പറഞ്ഞിരുന്നു, അദ്ദേഹം വന്നു കണ്ടില്ല. എന്തായാലും അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സലീഖ മാഡം, പിന്നെ അതുപോലെ പെരിന്തൽമണ്ണ ചെയർമാൻ, മുനിസിപ്പൽ ചെയർമാൻ ഷാജി, എല്ലാവരും പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹനീഫ, എല്ലാവരും വരാമെന്ന് പറഞ്ഞിരുന്നു. അവർക്ക് എന്തെങ്കിലും അസൗകര്യം കാണും. എന്തായാലും അവരുടെ അസാന്നിധ്യത്തിൽ അവർക്കും കൂടി ഞാൻ ഈ വർണ്ണശബ്ദമായ ചടങ്ങിലേക്ക് സ്വാഗതം പറയുന്നു. മാത്രമല്ല ഇതിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവരെയും, ആരോഗ്യരംഗത്ത് ഉള്ളവരും അല്ലാത്തവരെയും എല്ലാവരെയും ഞാൻ എൻ്റെ സ്വന്തം പേരിലും IMAയുടെ പുതിയ വൈസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ സ്നേഹപൂർവ്വം സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. Thank you, Dr. Krishnadas, for that hearty welcome. Let me cordially invite Dr. Shaji A., President of IMA Peritnhalmanna branch, to deliver the presidential address. Respected Chief Guest, Dr. Joseph Benavan, State President, IMA Kerala State Branch, Dr. C. Wilson, State President-elect, Kerala State Branch, senior leaders, invited guests, my dear friends and colleagues.
വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാര്യം 2 വർഷം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ IMA പെരിന്തൽമണ്ണയെ എത്തിക്കുവാൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യമുണ്ട്. ഇങ്ങനെ ഈ ഒരു ചടങ്ങിൽ ഇന്ന് നമ്മുടെ IMA പെരിന്തൽമണ്ണയുടെ ആനുവൽ GB ഇൻസ്റ്റലേഷൻ സെറിമണിയുമാണ് നടക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും IMA പ്രസിഡന്റ് എന്ന നിലയിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഒക്ടോബർ 31, 2023 ആണ് ഈ വർഷം ഡോക്ടർ ജോസഫ് ബെനവൻ സാറ് ഞങ്ങളെ, എന്നെയും എൻ്റെ ടീമിനെയും ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തത്. അന്ന് ഞങ്ങളോട് പറഞ്ഞു, വി വിൽ റോക്ക്, ആൻഡ് ഐ തിങ്ക് സർ വി ഹാവ് റോക്ക്ഡ്. വളരെ നന്ദിയുണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും. നമ്മുടെ IMA പെരിന്തൽമണ്ണയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ഇവിടെയുള്ള എല്ലാവരും ഈ ജേർണിയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഈ നമ്മളെ ഒരു വർഷത്തെ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ സെക്രട്ടറി അവതരിപ്പിക്കുന്നതാണ്. എന്നാൽ കൂടി 1-2 കാര്യങ്ങൾ എനിക്ക് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹമുണ്ട്. നമ്മളെ ബ്രാഞ്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്റ്റേറ്റ് കൗൺസിൽ മീറ്റിങ്ങിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ബ്രാഞ്ചിനുള്ള അവാർഡ് നേടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നാഷണൽ കോൺഫറൻസ്, നമ്മുടെ കോവളത്ത് നടന്ന നാഷണൽ കോൺഫറൻസിന് അനവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ നമുക്ക് തന്ന ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം നമ്മളോടൊപ്പം നിന്ന എല്ലാവരെയും ഒന്നുകൂടി സ്മരിക്കുകയാണ്. നമ്മൾ മേജറായിട്ട് പല ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മുടെ KA സീതി സാർ ഞങ്ങളോടൊപ്പം നിലമ്പൂർ കാടുകളിൽ വന്ന് ഒരു ട്രൈബൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. അതൊരിക്കലും മറക്കാൻ സാധിക്കില്ല. ഈ IMAയുടെ സാരഥിയത്വം വഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് അതാണ്. അതായത് നമ്മൾ എവിടെ പോയാലും നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നു, നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഈ അന്ന് ഞങ്ങൾ പോയ ക്യാമ്പിൽ സ്നേഹഹസ്തം എന്ന ക്യാമ്പ് പാലക്കയത്ത് വെച്ച് പാലക്കയം ട്രൈബൽ കോളനിയിൽ നടത്തിയപ്പോൾ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഞങ്ങളെ അറിയിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത്രയും ദൂരെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ക്യാമ്പിന് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഓർത്തു. പക്ഷേ അതൊക്കെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ തരുന്ന കാര്യങ്ങളാണെന്ന് പിന്നീട് മനസ്സിലായി. അവിടെയുള്ള ജീവിതങ്ങൾ, അവിടെയുള്ള ആളുകളുടെ ബുദ്ധിമുട്ടുകൾ അതൊക്കെ മനസ്സിലാക്കാനും നേരിട്ട് മനസ്സിലാക്കാനും അവിടെ പോയി ഒരു ക്യാമ്പ് നടത്താനും ഒക്കെ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അന്ന് ഞങ്ങളെ നയിച്ചത് നമ്മുടെ എല്ലാം സീനിയർ ലീഡറായിട്ടുള്ള KA സീതി സാറാണ്. സാറ് ഒരു ജീപ്പിനുള്ളിൽ കയറി തൂങ്ങിപ്പിടിച്ച് ആ മല കയറി പോകുന്ന സീൻ ഞാൻ ഓർക്കുന്നു. വളരെ എന്താ അല്ലാത്ത സന്തോഷമുണ്ട്. കാര്യം നമ്മളെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് നമ്മളെ കൂടെ നമ്മളെ സീനിയർ ലീഡേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ ഇമേജിൻ്റെ പ്ലാൻ വിസിറ്റിന് പോയി. അതിനൊരു പിക്നിക്ക് കൂടെ വെച്ചു. നമ്മുടെ 2 സീതി സാർമാരും നമ്മുടെ സീനിയർ ലീഡേഴ്സും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും നമ്മളെ കൂടെയുള്ള ഈ ലീഡേഴ്സിനെ നമുക്കെന്നും നമുക്കൊരു പ്രചോദനമായിരിക്കും. നമ്മളെ പേട്ടനായിട്ട് എന്നും നമ്മളെ കൂടെയുള്ള ഇവരെ ഒന്നുകൂടി ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മളെ വേറെ ഒരു മേജർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ കളക്ടർ ഓൺ മാർച്ച് 30 വിളിച്ചിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രിവെൻഷൻ പ്രോഗ്രാം കളക്ടറുടെ വിഭാവനയിലുള്ള ഒരു നെല്ലിക്ക എന്നുള്ള പ്രോഗ്രാമായിരുന്നു. നെല്ലിക്ക പ്രോഗ്രാം കളക്ടർ പറഞ്ഞത് IMA പെരിന്തൽമണ്ണ അത് ഏറ്റെടുത്ത് നടത്തണം എന്നുള്ളതാണ്. മലപ്പുറത്ത് 1-2 ഫുഡ് ഫെസ്റ്റിവലൊക്കെ വെച്ചു. പക്ഷേ നമുക്ക് ഈ വർക്കിംഗ് ഡേയിലായതുകൊണ്ട് പോകാൻ സാധിച്ചില്ല. എങ്കിൽ കൂടി നെല്ലിക്കയുടെ ഒരു ബുക്ക്ലെറ്റ്, ഹൗ ടു പ്രിവെൻറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നുള്ളൊരു ബുക്ക്ലെറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പെരിന്തൽമണ്ണ IMAക്ക് സാധിച്ചു. അതിന് ചുക്കാൻ പിടിച്ച ഡോക്ടർ വിഷ്ണു വാസുദേവൻ, ഡോക്ടർ വാട്ട് ഈസ് നെയിം, നമ്മളെ കുറേ ഡോക്ടർമാരുണ്ടായിരുന്നു. അവരെല്ലാം ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ഒരു SWC മീറ്റിംഗ് നടത്താൻ സാധിച്ചു. അത് വളരെ വലിയൊരു കാര്യമാണ്. അന്ന് നമ്മുടെ പ്രസിഡൻ്റ് ഇവിടെ ആദ്യമായി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്ത് ടാസ്ക് ഞങ്ങൾക്ക് തന്നാലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾ ചോദിച്ചത് ആക്ച്വലി സ്റ്റേറ്റ് മീറ്റിംഗ് ആണ്. കേരള സ്റ്റേറ്റ് IMAയുടെ ഒരു ആനുവൽ മീറ്റിംഗ് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചു. അത് ഓൾറെഡി പല അവിടെ തൃശ്ശൂർകാർക്ക് കൊടുത്തുപോയി. അപ്പോൾ അതുകൊണ്ട് അത് തരാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, SWC മീറ്റിംഗ് നടത്താൻ പറഞ്ഞു. നമ്മൾ അതും നടത്തി കൊടുത്തു. നമ്മളുടെ അടുത്ത് എന്തെല്ലാം നമ്മുടെ സ്റ്റേറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം കൃത്യമായി നടത്തി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് സാർ സമ്മതിക്കുമെന്ന് തോന്നുന്നു. എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്യുന്ന ഒരു ബ്രാഞ്ചായിരുന്നു.
പിന്നെ നമ്മളെ സ്ട്രൈക്ക് 17th ഓഗസ്റ്റ് നടന്ന ഇൻ പ്രൊട്ടസ്റ്റ് അഗൻസ്റ്റ് ദ ഡ്രേപ്പ് ഓഫ് KG കാർ മെഡിക്കൽ കോളേജിലെ ആ PG വിദ്യാർത്ഥിനിയുടെ സ്ട്രൈക്കിൽ 100% നമ്മളെ ഡോക്ടർമാരെല്ലാം പങ്കെടുത്തു. ആദ്യമായിട്ടാണ് ഞാനൊരു സ്ട്രൈക്കിൽ 100% മെമ്പേഴ്സും വിട്ടുനിന്ന് കണ്ടത്. അന്ന് സ്ക്വാഡ് വർക്കിന് ഞാനും ജലീലും കൃഷ്ണദാസ് ഡോക്ടറും ഇറങ്ങി. ഞങ്ങളെ കൂടെ സ്ക്വാഡ് വർക്കിന് സീതി സാർ ഉണ്ടായിരുന്നു. KA സീതി സാറ് ഓരോ ഡോക്ടർമാരുടെ വീടുകളിൽ കയറി ഇറങ്ങി. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം ഈ വേറെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ളൊരു നേതാവ് ഓരോ ഡോക്ടർമാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് നട്ടുച്ചയ്ക്ക് വെയിലത്ത് റോഡിലൂടെ നടന്ന് പോകുന്ന ഇതൊക്കെ നമുക്ക് വേറെ എവിടെയും കാണാൻ സാധിക്കില്ല. അതൊക്കെ കാണണമെങ്കിൽ പെരിന്തൽമണ്ണയിൽ തന്നെ വരണം. പിന്നെ വേൾഡ് എൽഡേഴ്സ് ഡേ ഒരു വീക്ക് ലോങ് പ്രോഗ്രാം ആയിട്ട് നടത്താൻ പറഞ്ഞു. അതിൽ നമ്മൾ നാഷണൽ പ്രസിഡന്റ് അശോകൻ സാർ വന്ന് ഇനോഗ്രേറ്റ് ചെയ്തു. നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ബെനവൻ സാർ വന്ന് അത് സമാപനം ഇനോഗ്രേറ്റ് ചെയ്തു. വളരെ നല്ല രീതിയിൽ അങ്ങനെ ഒരു പ്രോഗ്രാം നടത്താൻ സാധിച്ചു. പിന്നെ നമുക്ക് പറയാനുള്ളത് ശശി സാറിൻ്റെ ഈ മറ്റേ മാനിക്യൂൺ തൂക്കിയിട്ടുള്ള പോക്കാണ്. എവിടെ നോക്കിയാലും സാറ് കാണും. സാറ് ഈ പെരിന്തൽമണ്ണയിലെ ഓരോ സിറ്റിസണും ഒരു ലൈഫ് സേവർ ആകുക എന്നുള്ള യജ്ഞം ഏകദേശം പൂർത്തിയാക്കി എന്നാണ് തോന്നുന്നത്. ഇനി കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ഈ കംപ്രഷൻ ഒള്ളി ലൈഫ് സപ്പോർട്ട് പഠിപ്പിക്കാനായിട്ട് അദ്ദേഹം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഇവരുടെയൊക്കെ എനർജി കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും കൂട്ടത്തോടെ IMAയുടെ സാരഥിയത്വം വഹിക്കണമെന്നുള്ളതാണ്. പിന്നെ കുറേ നമ്മൾ എല്ലാ ഡേയ്സും വേൾഡ് ഡയബറ്റീസ് ഡേ, വേൾഡ് എയ്ഡ്സ് ഡേ, എല്ലാ ഡേയ്സും നമ്മൾ ആഘോഷിക്കാറുണ്ട്. നമ്മൾ അതിന് പബ്ലിക് പ്രോഗ്രാംസ് നടത്താറുണ്ട്. പിന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. നമ്മളെ സെലിബ്രേഷൻസ് എല്ലാ മാസവും ഇവിടെ മ്യൂസിക്കൽ പ്രോഗ്രാംസ് ഉണ്ട്. ന്യൂ ഇയർ സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ, ഇഫ്താർ മീറ്റ്, അങ്ങനെ ഓണമൊക്കെ ഗംഭീരമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മളെ കൊച്ചുമേടമൊക്കെ അതിന് മുൻപന്തിയിൽ നിന്ന് ഈ ഓണത്തിനൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് പോകും. അങ്ങനെയുള്ള പ്രവർത്തികളാണ് നമ്മുടെ ലീഡേഴ്സ് നമ്മളെ മുന്നിൽ കാഴ്ചവെക്കുന്നത്. പിന്നെ നമ്മളെ ഫുട്ബോൾ ടൂർണമെൻറ്റ്, സ്റ്റേറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇവിടെ നടത്തി. പിന്നെ നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും കമ്മ്യൂണിക്കേഷൻ സ്കിൽ ട്രെയിനിങ് കൊടുത്തു. നമ്മുടെ രമേശ് സാറാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. ഓൾ ദ വേ ഫ്രം കണ്ണൂർ ഹി കെയിം ടു ഇനോഗ്രേറ്റ് ദാറ്റ് ഫംഗ്ഷൻ. പിന്നെ ജ്ഞാനദാസ് സാർ നമ്മുടെ DC പ്രസിഡൻ്റാണ്. അദ്ദേഹം പറയുന്ന എല്ലാ മീറ്റിങ്ങുകളും നമ്മളിവിടെ വെച്ച് നടത്തുമായിരുന്നു. നമ്മൾ ഒരു DC മീറ്റിംഗ് ഇവിടെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ AMS കൊണ്ടോട്ടിക്കാർ നടത്തിയ മീറ്റിങ്ങിൽ നമ്മൾ ഹോൾ ഹാർട്ടഡായിട്ട് സപ്പോർട്ട് ചെയ്തു. ഫിനാൻഷ്യൽ ആസ് വെൽ ആസ് നമ്മുടെ ആളുകൾ പോയി നല്ല രീതിയിൽ അത് പങ്കെടുത്തു. പിന്നെ നമ്മൾ വാക്സിനേഷൻ ക്യാമ്പ്സ് നമ്മുടെ ഇവിടുത്തെ മെമ്പേഴ്സിനും അവരുടെ ഫാമിലിക്കും ഇൻഫ്ലുവൻസ വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് A വാക്സിൻ, HPV വാക്സിൻ, ഇങ്ങനെയുള്ള ക്യാമ്പുകളെല്ലാം നടത്തി. പിന്നെ നമ്മുടെ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ പ്രസ്സാണ്. പ്രസ് ഫോറം, അതിൻ്റെ ട്രഷറർ ഇവിടെയുണ്ട് മണികണ്ഠൻ. നമ്മൾ പ്രസിഡൻറ്റിനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. പ്രസിഡന്റ് മുഹമ്മദ് അലി എത്തുമെന്ന് തോന്നുന്നു. അനൂപാണ് സെക്രട്ടറിക്ക് വരാൻ സാധിക്കില്ല എന്ന് അറിയിച്ചു. പിന്നെ ടുഡേ ന്യൂസിൻ്റെ റിപ്പോർട്ടർ മിസ്സിസ് ഹരിത ഇവിടെയുണ്ട്. ആൻഡ് ഐ ഹാവ് താങ്ക് ഓൾ ഓഫ് യു. ഇത്രയും നല്ല രീതിയിൽ ഈ ഒരു വർഷം ഞങ്ങൾ കൊണ്ടുപോകാൻ സാധിച്ചതിൽ എല്ലാവരോടും നന്ദി പറഞ്ഞു. സ്പെഷ്യലായിട്ട് ഒരു 20 പേരുടെ പേരെനിക്ക് പറയണമെന്നുണ്ട്. ഒന്ന് നമ്മുടെ സെക്രട്ടറി ഡോക്ടർ ജലീൽ KB ആണ്. അദ്ദേഹം എവറി നൈറ്റ്, എല്ലാ ദിവസവും രാത്രി എനിക്ക് മെസ്സേജ് അയക്കും. ഒരു 11 മണി 12 മണിക്ക്. എൻ്റെ ഭാര്യ പറയാറുണ്ട്, നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്ന്. കാര്യം ഈ ജലീൽ അന്നുള്ള ആക്ടിവിറ്റീസ് ഇത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് IMA പെരിന്തൽമണ്ണയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ആളെ ഞാൻ കണ്ടിട്ടില്ല. ജലീൽ ഫുൾ ടൈം IMAക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം കേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മെസ്സേജ് അയക്കും, മെസ്സേജ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ നമ്മളെ സുജിത്ത് 5 പൈസ തരില്ല. പ്രസിഡന്റ് പറയും, നമുക്ക് ഒരു റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഒരു പാവപ്പെട്ട വീട്ടിൽ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ, ഇല്ല സാറേ, IMAയുടെ പൈസ അങ്ങനെ തരാൻ പറ്റില്ല. IMAയുടെ പൈസ IMA മെമ്പേഴ്സിനുള്ള ആക്ടിവിറ്റീസിന് മാത്രമേ ചിലവാക്കൂ. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി പിരിവെടുത്തിട്ടാണ് പല പരിപാടികളും നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത്ര നന്നായിട്ട് നമ്മളെ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന നമ്മളെ ട്രഷറർ ഡോക്ടർ സുജിത് S. നായർ,
നമ്മുടെ വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസ് എലേടത്ത്, അദ്ദേഹം നമ്മുടെ പത്രവാർത്തകളും ന്യൂസുകളും ഒക്കെ നമ്മളെ PR വർക്കെല്ലാം ചെയ്യുന്ന നമ്മുടെ PR വർക്കറാണ് നമ്മുടെ കൃഷ്ണദാസ് എലേടത്ത്. പിന്നെ ആശിഷ് നായർ ഈ എല്ലാ കുട്ടികളുടെ ആക്ടിവിറ്റീസും നമ്മുടെ ചെസ് കുട്ടികളുടെ ആനുവൽ സമ്മർ ക്യാമ്പ് ഇതെല്ലാം കൊണ്ട് നടക്കുന്നത് നമ്മുടെ ആശിഷ് നായരാണ്. അദ്ദേഹത്തെയും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു. കൊച്ചു മാഡം ഞാൻ ഓൾറെഡി പറഞ്ഞു, കൊച്ചു മാഡം നമ്മുടെ ലയൺസ് ക്ലബിലും സായി സ്നേഹതീരത്തിലുമൊക്കെ നമ്മളെ ക്യാമ്പുകളും മറ്റും കണ്ടക്ട് ചെയ്യാൻ വേണ്ടി IMAയുടെ ഒരു ലൈസൺ ആയിട്ട് പ്രവർത്തിക്കുന്ന കൊച്ചു മാഡം. ശശിധരൻ സാറിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. വി യു സി സർ നമ്മുടെ വഴികാട്ടിയും നമ്മുടെ ഫാദർലി ഫിഗറുമാണ്, പറയേണ്ടതൊന്നുമില്ല. എന്ത് കാര്യത്തിനും IMAയുടെ എന്ത് കാര്യത്തിനും നമ്മൾ വിളിച്ചാൽ ഏത് സമയവും നമ്മളോടൊപ്പം ഉണ്ടാകുന്ന VU സർ. KA സർ എപ്പോഴും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എപ്പോഴും നമ്മളെ കൂടെ എന്ത് ആക്ടിവിറ്റീസിനും ഏത് മല കയറാനുമുള്ള KA സർ. നമ്മുടെ ലീഡേഴ്സ് AV ജയകൃഷ്ണൻ സാർ, അത് ഇവിടുന്ന് കുറച്ച് നമ്മുടെ മീറ്റിങ്ങുകളിലൊന്നും വരാതെ സെൻട്രൽ വർക്ക് ചെയ്തിരുന്നതാണ്. എങ്കിലും നമ്മളെ എല്ലാ കാര്യത്തിനും എപ്പോഴും നമ്മളെ കൂടെയുള്ള ജയകൃഷ്ണൻ സാറിന് സ്പെഷ്യൽ നന്ദി. സാമുവൽ കോശി സാർ. ഷറഫുദ്ദീൻ കെ പി പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ കണക്കിൻ്റെ ഉസ്താദ്, എന്താ പറയണ്ട, എന്ത് കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ ഒരു ബൾബ് വർക്ക് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് പറയും അതിൻ്റെ യഥാർത്ഥ കാരണം നിങ്ങളുടെ സ്വിച്ചിൻ്റെ തകരാറാണ്, അല്ലെങ്കിൽ അവിടുത്തെ വയറിൻ്റെ തകരാറാണ്. ഇങ്ങനെയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എന്ത് ഉപദേശം തരുന്ന ഷറഫുദ്ദീൻ KP. ഡോക്ടർ നിഷ, നമ്മുടെ IMAയുടെ സ്ത്രീ ശബ്ദം, വിമ ചെയർപേഴ്സൺ. സിനി നമ്മുടെ ജലീലിൻ്റെ ഭാര്യ സിനി. മെമ്പർഷിപ്പ് ക്യാമ്പയിന് മുന്നിൽ നിന്ന സിനിക്ക് ഞാൻ സ്പെഷ്യൽ നന്ദി അറിയിക്കുന്നു. അസീൻ കബീർ, നമ്മുടെ സ്പോർട്സ് ആക്ടിവിറ്റീസ്. ബ്രിജേഷ് രവിവർമ്മ, ELS കോർഡിനേറ്റർ. പിന്നെ നമ്മുടെ സബീത്തയെ പറ്റി രണ്ടു വാക്ക് പറഞ്ഞില്ലെങ്കിൽ, സബീത്തയാണ് ഈ നമ്മുടെ എല്ലാ പ്രോഗ്രാംസും കളർഫുൾ ആക്കുന്നത്. എപ്പോഴും എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഒരു 10 ദിവസം മുമ്പ് നമ്മൾ വിളിച്ചിട്ട് സബീത്ത അതൊന്ന് കളർഫുൾ ആക്കണമെന്ന് പറയുകയുള്ളൂ. സബീത്ത ഫ്രണ്ടിലുണ്ടാവും. ഈ പരിപാടികളെല്ലാം എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ നന്നായിട്ട്, ഇതിപ്പം നമ്മളെ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ ആ ഡാൻസ് പ്രോഗ്രാമും മറ്റുമെല്ലാം, ഇതിനെല്ലാത്തിനും ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സബീത്തയാണ്. സബീത്തയ്ക്ക് സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ ത്രീസ, നമ്മുടെ എല്ലാ പരിപാടികൾക്കും നമ്മളെ വളരെ നന്നായി പുകഴ്ത്തുന്ന ട്രീസ. പിന്നെ നമ്മുടെ അമാനുല്ല, മുരളി, നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ്, എല്ലാവർക്കും ഈ അവസരത്തിൽ എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓൾ മൈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, പ്രസ് പീപ്പിൾ, വിഷ്വൽ മീഡിയ, പൊളിറ്റിക്കൽ ലീഡേഴ്സ്, MLA, മുനിസിപ്പൽ ചെയർമാൻ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അവരെല്ലാം വരാമെന്ന് പറഞ്ഞതാണ്. അവരൊക്കെ വന്നു പോകുമെന്ന് പറഞ്ഞു. അവരെല്ലാവരെയും ഈ അവസരത്തിൽ IMA പെരിന്തൽമണ്ണയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നെല്ലിക്ക ടീം മെമ്പേഴ്സ്, എവരിബഡി. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു, അത് ചെയ്യാൻ സാധിച്ചില്ല. അത് അടുത്ത നമ്മുടെ പുതിയ ലീഡേഴ്സിനെ ഏൽപ്പിക്കുകയാണ്. ഒന്ന്, നമ്മുടെ ഒരു ഡോക്ടേഴ്സ് എൻക്ലേവ് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, അത് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. സ്കൂളിലൊരു ഡോക്ടർ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു, എല്ലാ സ്കൂളിലേക്കും നമ്മളൊരു ഡോക്ടറെ കൊടുക്കുന്ന പദ്ധതി, അതും പൂർണ്ണമാക്കാൻ സാധിച്ചില്ല. അത് ഡോക്ടർ ആശിഷ് നായർ ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോഡ് വൈഡനിങ് ആക്ടിവിറ്റീസ്, അത് നമ്മുടെ ജാഫർ കൗൺസിലറിൻ്റെ നേതൃത്വത്തിലും ലയൺസ് ക്ലബിൻ്റെ കൂടെ ചേർന്നിട്ട് പുതിയ ടീം അത് ഏറ്റെടുക്കണം. ഇതെല്ലാം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുതിയ ടീമിനും ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും, ഈ പഴയ ടീമിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും എന്നും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ഓൾ, താങ്ക് യു വൺ ആൻഡ് ഓൾ. ജയ് IMA, ജയ് ഹിന്ദ്. Dr. Sri Vilasan will now address the gathering. Respected Branch President Dr. Shaji A, Incoming President
Dr. Santosh Kumar, National Joint Secretary, Dr. Aviation, State President, Dr. Benavan, the heart and soul of this branch, Dr. Sidi Sir, Dr. Sharafuddin, K. Sidi Sir, Jnanadas, Jalil KB, Shaju Savior, Santosh Kumar, and my dear friends and family members. I am standing in front of you with immense pleasure on this inaugural day of new office bearers installation. Previously, I thought that whether I am in a Satyanandikad film or in a Kamal's film or Priyadarshana's film, seeing the initial programs of the function, I wonder what a beautiful cultural background is behind this Peritnhalmanna branch. My dear good friend Venu is sitting in the back, something like that. Maybe his inspiration, or by Sabida, my friend's wife Salim. I congratulate all of them who had participated in that. Seeing the reports, the present team had done a very thickly packed, wonderful activities in the year IMA 23-24. I congratulate Sidi and Jalil and other team members. IMA started its wonderful journey from 1928, before our independence struggle. Many of our IMA leaders were also actively participating in the freedom struggle. I remember one of the leaders, Dr. B.C. Roy, who had been our national president, then became the chief minister of West Bengal, in whose rule time it was written in golden letters. Kerala also had taken actively participated in the freedom struggle. Our leaders, some of the leaders who had become national leaders were Dr. C.O. Karnagaran, Dr. V.C. Velambula sir, Dr. P.V. George sir, Dr. Marthanapilla sir, and now R.V. Ashokan sir. All our national presidents have contributed very much in the national scenario. In Kerala, when we started this IMA, the members were not very much, not in thousands, just roughly below 1,000 members, even below the number of KGMIA. But due to the persistent, consistent, continuous hardship by our leaders like Velambula sir, Marthanapilla sir, Sidi sir, Baburendra sir, the membership has increased spontaneously. Now the membership is 45,000. I congratulate all the previous leaders, all the past presidents for their grand work. All our members, all our leaders were missionaries. They brought up IMA as a mother looking after her young child. First they brought out Social Security Scheme, then Professional Protection Scheme, then Image, then Health Scheme, Pension Scheme, and PDSS. The Social Security Scheme, it was for the financial security of the bereaved family of a doctor. It was started in 1987 by Dr. V.C. Velambilla. For the first member who died away from us, his family got only 10,000 rupees. Now, if a member of the Social Security Scheme passes away, his family will get, IMA will give 1 crore rupees. That is a tremendous growth of our schemes. Then came the Professional Protection Scheme. It was brought by our beloved P.V. George sir. It is for the professional protection of the practicing doctors. If anything happens, if any mistakes happens, the legal aspects will be looked after by Professional Protection Scheme. Then came the Image. It was brought by Dr.
R.V. Ashokan in 2001. It clears all the biomedical waste throughout from Kerala, irrespective of government or private hospitals, and cleans it most scientifically in the plant at Palakkad. Then came the health scheme. It was launched by Dr. N.V. Marcos in his ruling time, and it looks after the health affairs of the doctors. The now it gives up to 4 lakhs rupees for the for during the disease periods. Then came pension scheme. It was bought by myself when I was senior vice president of IMA. It looks after the retirement it gives pension benefits to doctors during their retirement periods. Finally came the PDSS. During our practice, we may professionally get disabled partially or permanently. The IMA helps giving by substantial financial sum amount to the family. And more schemes are in the minds of our visionary leaders. In such a way, IMA is looking after IMA members very solacingly, very belovedly. So we should congratulate the previous IMA leaders for this purpose. Nowadays, we are facing many problems. You may be knowing every year more than 4,000 doctors are coming out from our medical colleges, and the huge problem faces them, the unemployment. It is the duty of the government to give employment to the doctors, but they say that there is no employment opportunities, but it is not correct. There are many many vacancies in the government sector, either in health service and also in the medical college service. They should fill it. IMA is also finding out many measures to give them employment in many ways in private hospitals, or we are encourage the entrepreneurship or starting up polyclinics or small clinics like that. Another problem is the dwindling down of small and medium hospitals. Previously, more than 4,000 small and medium hospitals was there in Kerala doing practice, doing service to the poor at a very nominal fee. The most possible good health care to the poor. Now these clinics has disappeared because of many features. The most important feature is there are more than 67 laws controlling these small and medium hospitals. Another problem is that the multi-specialty hospitals and large hospitals are setting up of satellite clinics in the villages at their fees is very low, and some doctors are forced to close down their hospitals. Another problem is the coaching of the graduates. All doctors coming from medical colleges now are after PG. Everybody, more or less say, everybody is after PG. Previous in 10 or 20 years back, they are given plenty of coaching. There are excellent coaching in the medical colleges itself. Now the scenario has changed. More players have come to the field, especially the players from the northern India are doing very much such a coaching at huge fees. Many doctors, we can see when we go to medical colleges, young doctors say, we can't afford that. Even for the MBBS degree, we were getting loans from the banks. Even for BG coaching, how can we do that problems? That is a huge problem. Dr. Benwan has
he's trying his level best to bring some solutions to these recently, and and he will continue to, I think, in a efficient manner. These problems we should all will should face, and we should try to solve all these things with all your help. My dear friends, on November 10th, I am going to be the national state president at Hayat Thrissur. I invite you cordially to be there, to grace me with your blessings and presence. With these few words, let me conclude my words. Jai Hind, Jai IMA. The annual activity report of IMA Peritnhalmanna branch will now be presented by Secretary Dr. Jalil KB. നമസ്കാരം. കഴിഞ്ഞ 3 വർഷത്തെ സെക്രട്ടറി ആണെങ്കിലും ഒരു വർഷത്തെ ഹൈലൈറ്റ്സ് മാത്രം പറഞ്ഞു നിർത്താനാണ് പ്ലാൻ. അധികം സമയം എടുക്കില്ല, 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യും. നേരത്തെ ഷായ് സാർ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഒക്ടോബർ 31 തീയതി ബെനവൻ സാർ തന്നെയായിരുന്നു നമ്മുടെ ഇൻസ്റ്റലേഷൻ ഓഫീസർ. ഒരു ചടങ്ങിൽ സാർ പറഞ്ഞ പോലെ റോക്ക് ചെയ്യണമെന്ന് പറഞ്ഞു പോയി. നമ്മൾ റോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. ഷായ് സാറിൻ്റെ കൂടെയുള്ള ഒരു 2ാമത്തെ വർഷം ഷായ് സാറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് 3ാമത്തെ വർഷം കൂടി സാർ ഒരു പ്രസ്ഥാനമാണെന്ന് മനസ്സിലായി. ഷായ് സാർ എത്ര ആളുകളെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതൊക്കെ സാറിനെ കണ്ട് പഠിക്കാൻ ഒരു 3ാമത്തെ വർഷം കൂടി എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റി. അത്രയും ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. സാറ് എങ്ങനെ ചെയ്യണം, എന്ത് കാര്യങ്ങൾ എങ്ങനെ ഗൈഡ് ചെയ്യണം എന്നുള്ളതെല്ലാം സാറിന് ഒരുപാട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഒരു 3ാമത്തെ വർഷം വലിയ ആഗ്രഹം ഉണ്ടായിരുന്നില്ല അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. 3ാമത്തെ വർഷം ബെനവൻ സാറും ഷായ് സാറും സീത സാറും എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ ഈ ഒരു ആഗ്രഹത്തോടു കൂടിയിട്ട് 3ാമത്തെ വർഷം കണ്ടിന്യൂ ചെയ്തത്. താങ്ക്സ് ടു IMA fraternity for giving me the opportunity to serve as a secretary for 3 years. നമ്മുടെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റി മെമ്പർഷിപ്പ് തന്നെയായിരുന്നു, നമുക്ക് അറിയാം. കാരണം ഞാൻ സെക്രട്ടറി ആകുമ്പോൾ 506 നമ്മുടെ മെമ്പർഷിപ്പ് സ്ട്രെങ്ത്. അത് 1050 നിർത്താൻ നമുക്ക് കഴിഞ്ഞു. 107% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് 3 വർഷത്തെ. ഈ ഒരു വർഷത്തെ നോക്കുകയാണെങ്കിൽ 799 അതിൽ നിന്ന് 1050 28%. സാധാരണ ഒരു 25% നമുക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടാർഗറ്റ് തരാറ്. അത് 28% അച്ചീവ് ചെയ്യാൻ പറ്റി. പിന്നെ മെമ്പേഴ്സ് ഇൻ സ്കീംസ് 550 മെമ്പേഴ്സ് വിവിധ സ്കീമുകളായിട്ട് 550. അതിന് ശേഷം കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. 550-ലധികം മെമ്പേഴ്സ് നമുക്ക് പല സ്കീമുകളിലായിട്ട് ആക്റ്റീവ് മെമ്പേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ സ്കീം മെമ്പർഷിപ്പ് 20% നമുക്ക് അച്ചീവ്മെൻ്റ് ഉള്ളത്. പലതും അതിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി സ്കീം 1 45 മെമ്പേഴ്സ്. നമ്മളെ കാലിക്കറ്റും മറ്റുള്ള ബിഗ് ബ്രാഞ്ചസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് സ്റ്റേറ്റിൽ നിന്നുള്ള കണക്കനുസരിച്ചിട്ട് ഇത് ബെസ്റ്റ് നമ്പേഴ്സാണ്. 45, 28 PPSൻ്റെയും ഹെൽത്ത് സ്കീമിൻ്റെയും പെൻഷൻ സ്കീമിൻ്റെയും എല്ലാം. പിന്നെ നമ്മുടെ പെർമനൻറ്റ് പ്രൊജക്റ്റ് ബ്ലഡ് ബാങ്ക്, പാലിയേറ്റീവ് കെയർ, അതെല്ലാം അതിൻ്റെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നടന്നിട്ട് ബ്ലഡ് ബാങ്കിന് ഈ വർഷവും അവാർഡ് കിട്ടിയിരുന്നു. പിന്നെ പാലിയേറ്റീവിൽ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും നന്നായി നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പകൽ വീട് നമ്മുടെ ഫെബിന സീതി മാഡത്തിൻ്റെയും ഫബൂക്കർ സാറിൻ്റെയും എല്ലാം കെയർ ഓഫ് എൽഡർലി പ്രൊജക്റ്റ് നല്ല രീതിയിൽ നടന്നു പോകുന്നു. പിന്നെ ഡോക്ടേഴ്സ് ഹെൽത്ത് ക്ലബ്, നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും നമ്മുടെ ഹെൽത്ത് ക്ലബ്ബ് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ട്രെയിനറെയും വെച്ച് നമുക്കത് മുന്നോട്ട് പോകാൻ നടന്നുണ്ട്. പക്ഷെ ആരും മേലണങ്ങുന്നില്ല, ഇൻക്ലൂഡിങ് സെക്രട്ടറി ആൻഡ് പ്രസിഡൻറ്റ്. പിന്നെ സ്കൂളിൻ്റെ ഒരു ഡോക്ടർ, പിന്നെ സൈക്കോളജിക്കൽ സപ്പോർട്ട് സ്റ്റുഡൻറ്റ് നമ്മുടെ ആശിഷ് നായരുടെ സഹകരണത്തോട് കൂടിയിട്ട് നമുക്ക് അത് മുന്നോട്ട് പോകുന്നുണ്ട്. അത് കൂടുതൽ നല്ല രീതിയിൽ നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ 3G നെല്ലിക്ക, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ള രീതിയിൽ നമ്മുടെ കലക്ടർ ഒരു അത് ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അത് നമ്മുടെ ഹെൽത്ത് സാർ പറഞ്ഞു നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്.
പിന്നെ അതേപോലെ തന്നെ നാഷണൽ പ്രോഗ്രാമായിട്ടുള്ള കെയർ ഓഫ് എൽഡർലിയുടെ നമ്മുടെ എൻ്റെ കയ്യിൽ നിന്ന് ഈ സ്ലൈഡ്സ് എല്ലാം ലീക്കായിട്ടാണ് സാർ ഇപ്പോൾ അത് എല്ലാം ഓൾറെഡി പ്രസൻറ്റ് ചെയ്തതാണ്. അതെ നാഷണൽ പ്രസിഡന്റ് നമുക്കിവിടെ 2 തവണ നമുക്കിവിടെ സ്വീകരിക്കാൻ കഴിഞ്ഞു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പെരിന്തൽമണ്ണയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2ാമത്തെ SWC മീറ്റിംഗ് ഓർഗനൈസിങ് ചെയർമാനായിട്ടുള്ള നമ്മുടെ ഷറഫുദ്ദീൻ സാറിൻ്റെ സഹായത്തോടു കൂടി നല്ല രീതിയിൽ ഇവിടെ നടത്താൻ കഴിഞ്ഞു. പിന്നെ ഓണച്ചിത്രം, സ്റ്റേറ്റ് കൾച്ചറൽ മീറ്റ്, പിന്നെ സ്നേഹഹസ്തം, ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ്, ട്രൈബൽ ക്യാമ്പ്, അത് നമുക്ക് നടത്താൻ പറ്റി. പിന്നെ IMA സ്റ്റേറ്റ് ഫുട്ബോൾ, ജോഗ ബൊണിറ്റോ, നമുക്ക് ഒരു സ്റ്റേറ്റ് ഇവൻറ്റ് മാത്രമേ നമുക്ക് തന്നുള്ളൂ. നമ്മുടെ അസീൻ കബീർ കൂടുതലായി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും നമുക്കത് ഭംഗിയായിട്ട് നടത്താൻ പറ്റി. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർക്ക്ഷോപ്പ് രമേശ് സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മളിവിടെ നടത്തി. അതൊരു മറക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. പിന്നെ അതേപോലെ ഡിസ്ട്രിക്ട് ലെവൽ നമ്മുടെ ELS ചെയർമാൻ സാറിൻ്റെ ഗൈഡൻസോടുകൂടി ഞാനും ബ്രിജേഷും ഷിയാസ്, നമ്മുടെ ആനന്ദ്, കുറേ ട്രെയിനേഴ്സ് നമുക്കിവിടെ BLS ട്രെയിനേഴ്സ് ഉണ്ട്. എല്ലാവരുടെയും സഹായത്തോട് ഒരുപാട് ആക്ടിവിറ്റികൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് സാറിൻ്റെ നേതൃത്വത്തിൽ. പിന്നെ 2 DC മീറ്റിംഗ്, കോവിഡ് മാർട്ടിയേഴ്സ് ഡേ, പിന്നെ DC സ്പോർട്സ് ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ ഇവിടുന്ന് ടീം വിടാൻ നമ്മുടെ അസീൻ്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ എല്ലാം നമ്മളാണ് ഇവിടെ ഹോസ്റ്റ് ചെയ്തത്. പിന്നെ ഡോക്ടേഴ്സ് പ്രൊട്ടസ്റ്റ് മീറ്റ്, നമ്മുടെ 3 പാസ്റ്റ് പ്രസിഡന്റുമാർ, VU സാർ, KS സാർ, A വിജയകൃഷ്ണൻ സാറ്, പിന്നെ കോഷ് സാറ്, പിന്നെ DC ചെയർപേഴ്സൺ, എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ 100% പെരിന്തൽമണ്ണ സ്ട്രൈക്കിൽ പങ്കെടുത്തു. പിന്നെ ഷറഫുദ്ദീൻ സാറുണ്ടായിരുന്നു, പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡോക്ടേഴ്സ് ഡേ അസിസ്റ്റൻറ്റ് കളക്ടർ നേതൃത്വത്തിൽ നമ്മളിവിടെ ഇനാഗുറേറ്റ് ചെയ്ത് നടത്തി. പിന്നെ വേൾഡ് ഹെൽത്ത് ഡേ ഡിസ്ട്രിക്ട് കളക്ടറെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് 3G നെല്ലിക്കയുടെ ഇനാഗുറേഷൻ ആയിരുന്നു അത്, വേൾഡ് ഹെൽത്ത് ഡേയുടെ അന്ന്. പിന്നെ വിമാൻ JDN ആക്ടിവിറ്റീസ് നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ ആണ് ഇനാഗുറേറ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ വാക്സിനേഷൻ ക്യാമ്പ്, HPV, ഹെപ്പറ്റൈറ്റിസ് A, പിന്നെ ഇൻഫ്ലുവൻസ, 3 വാക്സിനേഷൻ ക്യാമ്പുകൾ നടത്തി. എല്ലാ മാസവും CME നടത്തി. എല്ലാ മാസവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു. എല്ലാത്തിനും സ്പോൺസേഴ്സും ഉണ്ടായിരുന്നു. ഞങ്ങൾ റവന്യൂവും ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ഡേ എല്ലാ ഡേയ്സും നമ്മളിവിടെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇമേജ് പ്ലാന്റ് വിസിറ്റ്, നമ്മുടെ 3 ബ്രാഞ്ച് ടൂർ നടത്തിയിട്ടുണ്ട്. നമുക്ക് മറക്കാനാവാത്ത യാത്രകളായിരുന്നു അതെല്ലാം. പിന്നെ വാർത്തകൾ നിറഞ്ഞു നിന്ന ഒരു വർഷം തന്നെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഷാജി സാറിനായിട്ടുള്ള നമ്മുടെ പൊതുപ്രവർത്തകരോടും നമ്മുടെ പത്രപ്രവർത്തകരോടും എല്ലാവരോടും, മർച്ചൻസ് അസോസിയേഷൻ എല്ലാവരോടുള്ള ഒരു അടുപ്പം അത് വേറൊരാൾക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും സാറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ വളരെ ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞു. പിന്നെ ഞാനൊരു നമ്മുടെ SR ജംഗിൾ റിസോർട്ടിൽ നമ്മുടെ ഒരു ട്രിപ്പിൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ട്
നമ്മുടെ IMA എന്ത് ആക്ടിവിറ്റി നമ്മൾ മുന്നോട്ട് വെച്ചാലും നമ്മളെ സഹായിക്കാൻ വേണ്ടി സീരി സാർമാർ രണ്ടുപേരും, പിന്നെ കൊച്ചു മാഡം, ഹേമ മാഡം, ശശി സാറ്, ഒരു ടീം തന്നെ നമുക്കുണ്ട് ഇറങ്ങി പുറപ്പെടാൻ. നമ്മളൊരു 35ഓളം ആളുകൾ നമ്മളൊരു ട്രിപ്പ് നടത്തിയതിൻ്റെ വീഡിയോ ആണ് കണ്ടത്. Thank you all for supporting this 1 year. So moving on to the installation ceremony, I call upon Dr. Saju Savior to introduce the incoming president and secretary. Respected President IMA Peritnhalmanna Dr. Shaji, our esteemed guests, the Honorable IMA KSB President Dr. Joseph Benavin, the President-elect Dr. Srivilasan, senior leaders Dr. On the stage and on the floor, invited guests, members of the media, dear IMA friends and families. I am honored to be given the privilege to introduce the incoming President and Secretary of our branch. Dr. Santosh, the President-elect, is my dear friend and colleague in KIMS Al-Shifa. He did his MBBS from Alappuzha Medical College and is an IMA member since 1995. His association with IMA Peritnhalmanna began in 1996 when he joined Maulana Hospital as a radiologist. After a short break in 1999, he joined Al-Shifa Hospital and has been the face of radiology department of Al-Shifa since then. Santosh is a perfectionist in reporting and meticulous in his medico-legal aspects. He is a visionary, having laid the foundation of interventional radiology in this part almost 15 years ago. That did not take off so fast was another matter, but he's the one who had the vision to start it. Under his leadership, a very active, full-fledged DNB program is going on in Al-Shifa Hospital in radiology. His special interest is in fetal ultrasound, and I dare say he's one of the pioneers in the field in North Kerala. He is ably supported in his professional and association activities by his beloved wife, Ajita, and they are blessed with 2 children. Rahul, currently pursuing MSc Project Management in UK, and Janvi, who is a second-year MBBS student. Peritnhalmanna has a rich tradition of state and national leaders and has been one of the most vibrant branches of the state. Dr. Santosh, with his vision, penchant for perfection and attention to detail, will be an asset to the Peritnhalmanna branch. And I'm sure he will take us to greater heights in the year to come. And that, my dear friends, is Dr. Santosh, our President-elect for the year ahead. It is heartening to see youngsters coming to take up responsibilities, and it is my privilege to introduce one such dynamic youngster. Dr. Shamjit did his MBBS from Pariyara Medical College and started his medical career in 2012 as a CMO in Sevena Hospital, Patambi. After engaging in community-level service in various parts of Kerala, he focused on geriatric care and worked in Coimbatore for 2 years. After which, he moved back to our God's own country in 2018 and has now set up a clinic in the beautiful little village of Tuda. He has been a member of Peritnhalmanna IMA since 2022 and is an executive committee member since last year. He is married to Diya and is blessed with 3 children. I am sure his energy and dedication will really turbo power the growth of Peritnhalmanna IMA in the year to come. That, my friends, is Dr. Shamjit, the Secretary-elect of Peritnhalmanna. Thank you. Benavin, the installation officer and president of IMA Kerala State Branch, to conduct the installation of the new office bearers. Dr. Shaji, President, IMA Peritnhalmanna Branch. Dr. Srivilasan, President-elect, IMA Kerala State. Dr. V.O. Siddhi, past National Vice President. Dr. Santosh Kumar, President-elect. Dr. Samuel Koshi, past State President. All the other senior leaders on the dais, senior leaders among the audience, members of Peritnhalmanna branch and invited guests, and dear family. Coming to Peritnhalmanna is always a homecoming. Honestly speaking, this is one branch with which I have an emotional bonding.
And that's a very dangerous thing because I'm feeling very sad now. Because my term's getting over. I'm still wondering, like, will these guys invite me after this? But be rest assured, even if I'm not invited, if I get to know there's something happening here, I'll surely come. There's no doubt about it. Because I take so much of pride being here, because the vibrancy, because Shaji was asking me, like when he was installed, I said, we'll rock. And you really rocked, and you made it a habit that you're continuing to rock over and over again. And it's being passed on to the next team of office bearers. See, that's what it's all about. And that's the way we need to be. Because, like, I heard Jalil presenting the activity report. It's kind of like all that IMA Kerala State Branch has done, except probably overseas extension. Everything else has been done by IMA Peritnhalmanna branch. And I must tell you, Peritnhalmanna was one branch where I had the most confidence, was a branch where I could always rely on. Because any issue I have, I'll just call Jalil or Shaji and ask, can you do this project or this program or this event? And they readily embraced it. So that's the reason why I'm so closely bonded to Peritnhalmanna branch, because these people, and also the people I love the most in IMA, Dr. V.U. Sidhi, he's like a fatherly figure to me, then Dr. Samuel Koshi, Dr. Sarfuddin, and all of them. It's been a great opportunity for me, and it's been a great experience for me to have come to Peritnhalmanna over the last 3 years, 2 years as the secretary. And I'm sure you lost count and I lost count of the number of times I've come to Peritnhalmanna. And see, this year, let me tell you something, like I've constituted a special award for high performers in IMA Kerala State Branch. And I'm not divulging the number, but the maximum number has come from Peritnhalmanna. So that will happen on the 9th, immediately after the memorial service. See, I've got a habit to deviate from convention. So I've told the organizers that we're going to have a special award ceremony on Saturday at night, immediately after the memorial service. So Peritnhalmanna has contributed so much to IMA Kerala State Branch. We were just talking about the ELS Emergency Life Support Program of Sashi sir. If you probably, before we end our term this year, see, there is a training institute in Trivandrum called ATELC, that is Acute Trauma Emergency Life Support, Life Learning Center, which is managed by the government of Kerala. Unfortunately, they don't have enough number of people to do emergency life support programs. So I contacted them and I said, can IMA chip in? Can we provide you with some kind of a support? They said, yes, if you have the resources. One phone call to Sashi sir. His next question is, how many volunteers do you want? I said, let's not have too many. We'll restrict to 20. And within no time, see, he has on his fingertips all the doctors who are well-versed in it, who are volunteering for emergency life support. See, that's the commitment. That's the excellence. And I don't have to say, Samanvaya, Kocho Mani ma'am, she led the way. And that was historic. See, most of the things that we did this year, Peritnhalmanna has played a very important role. And I'm very happy to say that, I'm not going into all the programs and projects. For all that, you need to come there on the 10th. Be there on the 10th. Yeah, our president-elect is also there. You got to be there. And my only sorrow this year is, like, I've been the secretary for 2 years, and this year, the number of applicants for the state awards, it's more than tripled. It's the numbers that I have received, and I'm looking into it, and I'm just trying to find out who is the best. So it's going to be a tough fight this year for most of the branches, because it's been really the response from all the members, from all the branches through this 1 year has been tremendous, let me tell you. And my theme for the year was celebrating fraternal fellowship. Let me tell you, it was a celebration all throughout. Even when we went for Samanvaya camp at Palakayam, it was a celebration. It was a celebration that was led by KSCD sir. So it's such an experience. Like Shaji has said, it was a life-changing experience for most of us. So many of the activities, whether it's palliative care, because we've done training for 280 doctors, and now there are a lot of queries coming from doctors. When is the next course coming in? So we are working on it, and I would like to congratulate Shaji
and Jalil for the great work that you have done. Jalil, let me tell you, Jalil is a titan. He is a titan. He is a sleeping giant. And we are going to see a lot more about Jalil in the years to come. There's no doubt about it. He is such an amazing character. And it was on my special request that he took up office this year, because I realized, because if we need to achieve any target with membership, we need to have Jalil on board. So anyway, I'm very grateful to you, Jalil. I'm very thankful to you. And Shaji also led from the way, led right from the front, all the activities. I have no words to express my gratitude and appreciation to all the leaders in Peritnhalmanna for the wonderful work. You were responsible for IMA Kerala State Branch rocking this year. You were the pulse, like when you have the volcano, the crater, you were the people who really erupted into action. And just imagine the kind of reception you gave to Dr. Santosh and the secretary. You have empowered them so much, you have energized them so much, so there's no way they've got to perform. So that's the mantra, that's the magic of Peritnhalmanna. Whoever comes to Peritnhalmanna will be charged, will be invigorated, and I'm sure our president-elect is also invigorated today, having come to Peritnhalmanna, and he's also going to outperform himself, having taken all the energy, all the vibrancy from our members in Peritnhalmanna branch. So once again, let me thank and congratulate Dr. Shaji, Dr. Jalil, and before I go into the installation, a big congratulations to you all. And I have a small token of my appreciation for the team that was with me this year. A small token, like, it's not for state leaders, it's for branch people, because I want to. So, because I think I need to. Normally it's given to IMA leaders, but there's one person that in Peritnhalmanna, when I come here, I need to honor her. I mean, by honoring her, actually, I'm honoring myself, because she is such a great force. And if Peritnhalmanna is sticking, if Peritnhalmanna is excelling, and if Peritnhalmanna is rocking, the rock and roll master is none other than Mrs. Sabida. So please come on stage. And this year, our theme was celebrating fraternal fellowship. So, because last time when I came, I had to borrow a bouquet from here. So this time I thought, really, ma'am, thank you so much. You are wonderful. Like, I was thinking, having come to Peritnhalmanna and see the way she masterminds all the activities here, actually, she should be made the chairperson of the cultural wing of IMA Kerala State Branch. If there is an opportunity, we need to change bylaws. If that is possible, it should be done. And then IMA Kerala State Branch is going to really rock. Thank you, ma'am, for all your contributions to IMA. Now the man who lead from the front, Dr. Shaji. Jalil. Dr. Sujit. The IMA chairperson. Because let me tell you very honestly, I don't mind admitting in public, even though many men really hesitate to do that. Without IMA, IMA has no life. Then I need to thank a few people. Those are going for awards, they are not going to be felicitated now, but otherwise, Dr. V.U. Sethi, sir, please accept this for the mentor he was, the strength he was, and the guide he was. Yes, Dr. K.A. Sethi. Dr. Jayakrishnan, because past presidents, we have the advisory board.
and they are the people who advise us and make sure that the state president is running on the right path. Thank you so much. Dr. Samuel Koshi. There are a lot more achievers in Peritnhalmanna branch. Shesham Pinna. So now we'll go into the installation, because I know Dr. Santosh has been waiting for a long time to take over as the president of IMA Peritnhalmanna branch. I kept you waiting. I'm sorry about it. So please come. So this is the most solemn moment that all of you have been waiting for. All the dance, all the gala, all the celebrations are leading to this. I do solemnly swear that I, Dr. Santosh Kumar M., will faithfully execute the duties of the president of IMA IMA Peritnhalmanna branch to the best of my ability, to the best of my ability, without fear or favor. without fear or favor. I will abide by the rules I will abide by the rules and bylaws and bylaws of the association of the association and serve and serve as a living example as a living example of the association's of the association's philosophy and belief, philosophy and belief, and shall uphold the dignity of this office the dignity of this office at all times. at all times. Now, ladies and gentlemen, I declare that Dr. Santosh Kumar is installed as the president of IMA Peritnhalmanna branch for the year 24-25. I now request Dr. Shahji to invest the presidential medallion on Dr. Santosh Kumar and escort him to the presidential chair. So, ladies and gentlemen, dear friends, it's a new beginning. Let's wish Dr. Santosh Kumar the very best and his team, and at the same time offer all our support, all our prayers, and all our cooperation so that the rocking that Shahji has started, it continues through the year 24-25, and IMA Peritnhalmanna branch will scale greater heights of glory. Best wishes to Dr. Santosh Kumar and team, and thank you all so much. Thank you, sir, for your inspiring words. It's always a pleasure listening to you. And thank you so much for holding IMA Peritnhalmanna branch so close to your heart. And we would always be glad to see you back with us again and again. Thank you so much. Let me now invite the president of IMA Peritnhalmanna branch, Dr. Santosh Kumar, for the acceptance address. നമ്മുടെ ബഹുമാനപ്പെട്ട MLA, ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പ്രസിഡന്റ് ഇലക്ട്, ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് ഷാജി സാർ, ഡോക്ടർ VUCD സാർ, പിന്നെ വേദിയിലിരിക്കുന്ന പ്രഗത്ഭ വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന പ്രഗത്ഭ വ്യക്തികളെ, നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ നിൽക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും നല്ലൊരു അഭിമാനത്തോടുകൂടെയും ആ ഒരു കോൺഫിഡൻസോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ കാരണം ഒരുപക്ഷെ എല്ലാവരും കരുതുന്നത് പോലെ തന്നെ നമ്മൾ ഇന്നു വരെ ഉണ്ടായിട്ടുള്ള ഈ IMAയുടെ പെരിന്തൽമണ്ണയുടെ മുൻഗാമികളിൽ നിന്ന് തുടങ്ങി ഇന്നുവരെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ട്രോങ് ഫൗണ്ടേഷൻ്റെ മുകളിൽ നിന്നാണ് ഞാനിന്ന് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ കോൺഫിഡൻസ് അല്പം കൂടുകയും ചെയ്യും, ഒരുപക്ഷെ ഇച്ചിരി അഹങ്കാരവുമാകാം. അടുത്തതായിട്ട് എനിക്കുള്ള ഒരു സന്തോഷം, എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പ്രകടിപ്പിക്കേണ്ടത്, എന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് എന്നെ വിശ്വാസപൂർവ്വം ഈ ഒരു സ്ഥാനം ഏൽപ്പിച്ചിട്ടുള്ള IMAയിലെ മെമ്പേഴ്സായിട്ടുള്ള എല്ലാവർക്കുമാണ്.
സൽക്കാരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രേമ സിനിമയെ കണ്ട കണക്ക് പകച്ചുപോയ ബാല്യം പോലെയാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ പടയപ്പ സിനിമ അല്ലെങ്കിൽ ബാഹുബലി, സൂപ്പർമാനെ പോലെ നമ്മുടെ പഴയ പ്രസിഡന്റ് അങ്ങ് അർമാദിച്ച് നിൽക്കുക. ഞാനിപ്പം പകച്ചുപോയ ബാല്യം പോയിട്ട് നമ്മുടെ ആസിഫ് അലിയൊക്കെ ചില സിനിമയിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കത്തില്ല, കണ്ണു പിടിച്ച് ആ പരുവത്തിൽ ഞാനിങ്ങനെ നിൽക്കുക. ഇതെന്ത് സാധനമാണെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അതുപോലെ ഈ പാച്ചുവും കോവലിൻ്റെ കാര്യം പറഞ്ഞ കണക്ക് കോവാലനായിട്ട് നമ്മുടെ ജലീൽ നിൽപ്പുണ്ട്. അസാധ്യ കോമ്പിനേഷനാണ് കേട്ടോ. പക്ഷേ നമ്മളവിടെ വിടുന്നില്ല. നമ്മൾ ഈ IPP ആയിട്ട് അദ്ദേഹം ഉണ്ട്, നമ്മുടെ വൈസ് പ്രസിഡൻ്റായിട്ട് അവരുണ്ട്. രണ്ടുപേരെയും ഞാൻ എൻ്റെ ഈ പറഞ്ഞ അലാവുദ്ദീൻ്റെ വിളക്കിനകത്ത് വെച്ചിരിക്കുകയാണ്. ആവശ്യം വരുമ്പോൾ ഞാൻ അവരെ തുറന്നു വിടും. നമ്മുടെ സിനിമ ഞാൻ വിടമാട്ടെ, അല്ലെങ്കിൽ സുരേഷ് ഗോപി പറഞ്ഞാൽ ഞാനിങ്ങനെ എടുക്കുക. ഇനി ഒരുപാട് നമ്മൾ പ്രസംഗിച്ച് സമയം നീട്ടണ്ട, ലേറ്റായതുകൊണ്ട് അത്യാവശ്യമായ കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ പോവാം. പ്രൊഫഷണൽ മാറ്റേഴ്സ് നമുക്ക് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണും. അതിൽ തൽക്കാലം ഏറ്റവും എനിക്ക് വിഷമകരമായി അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായ കാര്യങ്ങളൊന്ന് ഈ ഡോക്ടർമാരോടുള്ള നമ്മളോടുള്ള അറ്റാക്കുകളാണ് കൂടുതൽ. അപ്പോൾ അതിന് വേണ്ട എല്ലാ പരിപാടികളൊക്കെ നമ്മുടെ IMAയും നാഷണൽ IMAയും ഒക്കെ അതിൻ്റേതായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളതിൻ്റെ ഭാഗമായിട്ട് യോജിച്ച് പോകുന്നുണ്ട്. നമ്മളുടെ എന്നും എപ്പോഴും നമ്മുടെ ഒരു ആഗ്രഹം നമുക്കൊരു സെൻട്രൽ ലൈൻ ഉണ്ടാകണമെന്നും നമ്മളെ അല്ലെങ്കിൽ ആശുപത്രികളെ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് കാണണമെന്നും ആണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഡ്രീമാണ്. അതിന് നമ്മുടെ IMA, പ്രത്യേകിച്ച് കേരള IMA, ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇനിയും നമുക്കതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ മുന്നേറേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ സർക്കാരിനുമായിട്ട് അല്ലെങ്കിൽ സർക്കാരിന് ചേർന്നും അതേപോലെ ഒരു സോഷ്യൽ വർക്കിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് മൂവ് ചെയ്യുന്ന സമാന ചിന്താഗതിയുള്ള ഏത് സൊസൈറ്റിയുമായിട്ടും നമുക്ക് ചേർന്ന് മുമ്പോട്ട് പോകാൻ IMA തയ്യാറാണ്. ഇത്രയും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെയാണ്. ഇനിയും നമ്മളത് മുമ്പോട്ടേക്ക് അങ്ങനെ തന്നെയായിരിക്കും കൊണ്ടുപോവുക. അതുപോലെ നമ്മുടെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ്, അഫോർഡബിൾ കോസ്റ്റ്. അതെന്നും ഡ്രീമായിട്ട് നിൽക്കുന്നു. പക്ഷേ അത് നമ്മുടെ ഒരു നെസസിറ്റിയാണ്. നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. നമ്മുടെ സ്റ്റേറ്റ് IMA, നാഷണൽ IMA അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മളും അതിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുക, പെരിന്തൽമണ്ണ IMA. പിന്നെ മെമ്പേഴ്സിൻ്റെ അടുത്ത് സാധാരണ നമുക്ക് പറയാനുള്ളത്, ഒരു പ്രസിഡൻറ്റിനെയോ സെക്രട്ടറിയോ എലക്ട് ചെയ്ത് ഇവിടെ വെച്ചു എന്ന് വെച്ചിട്ട് പ്രസിഡൻറ്റ് അവരുടെ മെമ്പേഴ്സ് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടി പോകരുത്. നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ പ്രസിഡൻ്റ് ഉള്ളൂ. പ്രസിഡൻ്റ് വായിൽ നിന്ന് നല്ലത് പറയുന്നിടത്തോളം ആർക്കും കുഴപ്പമില്ല. അതിൽ നിന്നൊരു മോശം വാക്ക് പബ്ലിക്കിലേക്ക് പോയാൽ അതിൻ്റെ ഉത്തരവാദിത്തം പ്രസിഡൻറ്റിന് മാത്രമല്ല, അതിനകത്തുള്ള എല്ലാ മെമ്പേഴ്സിനുമാണ്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഒരു പ്രസിഡൻറ്റിന് നിലനിൽപ്പുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ എല്ലാ മെമ്പേഴ്സും എല്ലാ മീറ്റിങ്ങുകൾക്കും നമുക്ക് വരാൻ പറ്റിയാൽ അതിൻ്റേതായ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവും. എന്നാൽ കുറേയെങ്കിലും മീറ്റിങ്ങുകളിലേക്കൊക്കെ നിങ്ങൾ വന്നു കഴിയുമ്പം പരസ്പരം കാണാനും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും അതുപോലെ ആശങ്കകൾ ഉണ്ടാവാം. ആ കാര്യങ്ങളെല്ലാം തന്നെ നമുക്കൊരു ജനറൽ ബോഡി മീറ്റിങ്ങിൽ സംസാരിച്ച് നമുക്ക് പലതും സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം പരസ്പര ഡയലോഗ്സിൽ കൂടെ തീരാത്ത ഭൂരിഭാഗം കാര്യങ്ങളും ഒന്നുമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ചും, അതായത് ഇപ്പം ഒരു പ്രസിഡൻ്റെന്നോ സെക്രട്ടറിയെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ടീമിലിരിക്കുന്ന ആരായെങ്കിൽ പോലും അവരൊരു ഏകപക്ഷീയമായ തീരുമാനം എടുക്കുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ IMAയുടെ തീരുമാനങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ വിഘാതമായി പെരുമാറുന്നെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴോ അല്ല ജനാധിപത്യത്തിന് വിരുദ്ധമായി പെരുമാറുന്നു തോന്നുമ്പോഴോ നിങ്ങൾക്ക് ഞങ്ങളെ കറക്റ്റ് ചെയ്യാൻ എല്ലാ അവകാശവും ഒരു മെമ്പറിനുണ്ടായിരിക്കുന്നതിന്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ജനറൽ ബോഡി മീറ്റിംഗ്, പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം ജനറൽ ബോഡി മീറ്റിംഗ് എടുക്കുന്ന തീരുമാനം ഫൈനലാണ്. ആ തീരുമാനത്തിലെത്തുന്നതിന് മുമ്പ് എത്ര ഡിസ്കഷൻസ് വേണേലും നിങ്ങൾക്കാകാം. ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ദയവായി അതിനെതിരായിട്ടൊരു പിണക്കങ്ങൾ ആർക്കും തോന്നരുത്. അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കതിൽ പറയാം. തികച്ചും ജനാധിപത്യമായ കാര്യങ്ങളാണ്. പണ്ട് ഞാനൊരു ക്യാപ്ഷൻ പണ്ട് ഞാൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ പറഞ്ഞിരുന്ന ക്യാപ്ഷൻ ഉണ്ടായിരുന്നു, ഒരു അസോസിയേഷൻ ചീത്തയാക്കുന്നതിന് മോശപ്പെട്ട ആൾക്കാർ വേണമെന്നൊന്നുമില്ല, നല്ല ആൾക്കാർ ഒരു പണി ചെയ്യാതിരുന്നാലും മതി. പക്ഷേ അത് കുറേയൊക്കെ വാസ്തവമായിരിക്കാം. കുറേ പേര് നമ്മുടെ
ന്യൂ ജനറേഷൻ ആൾക്കാരുടെ കൂട്ടത്തിൽ. ഇപ്പം ഞങ്ങളിൽ പലരും സീനിയേഴ്സ് ആയിരിക്കുന്നു, സീനിയർ സിറ്റിസൺസ് ആയിരിക്കുന്നു. അടുത്ത ജനറേഷനിലുള്ള ഒരുപാട് അപ്പുറം നിൽപ്പുണ്ട്. ഒരുപക്ഷെ ഞാൻ IMA സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് എനിക്കൊന്ന് കഷ്ടിയിൽ 180-200 മെമ്പേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് 1000-അപ്പുറമായിരിക്കുന്നു. പക്ഷേ അന്നും ഇന്നും ഒരു 50 ആൾക്കാർ മാത്രം എന്നും കാണുന്ന മുഖങ്ങളും കുറച്ച് കൂടുതൽ മാത്രമേ ഈ സ്ഥിരമായ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ഞാൻ കാണാറുള്ളൂ. അതിൽ നിന്ന് അതത് കൂടി ഒരു 100 പേരെങ്കിലും അറ്റ്ലീസ്റ്റ് ആ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് വരുമ്പം നമുക്ക് റോക്കിംഗ് അല്ല, നമ്മൾ റോക്കറ്റ് വരെ നമ്മൾ ചൊവ്വയിലേക്കോ ചന്ദ്രനിലേക്കോ നമ്മൾ വിടും. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പം നമ്മുടെ ഷാജി സാറിൻ്റെയും ജലീലിൻ്റെയും അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കിടപ്പുണ്ട്. എൻ്റെ ഡയറി ബ്ലാങ്കാണ്. ആകുമ്പോൾ എനിക്ക് തോന്നുന്ന 1-2 കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം വെച്ചാൽ, നമ്മൾ ഡോക്ടർമാർ നമ്മൾ ഒരിക്കലും നമ്മുടെ ഹെൽത്തിനെ പറ്റി നോക്കുന്ന പ്രശ്നമേ ഇല്ല. ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ പോലും ഒരു ഹെൽത്ത് ചെക്കപ്പോ ഒന്നും നമ്മൾ ചെയ്യത്തേ ഇല്ല. ഇപ്പം മിക്കവാറും ഹെൽത്ത് ചെക്കപ്പിന് എല്ലാ ദിവസവും ഒരു 10-15 കേസ് എനിക്ക് സ്കാനിങ്ങിനായിട്ട് വരുന്നത്. ഇന്നൊരു പേഷ്യൻറ്റിന് ഒരു കുഴപ്പമില്ലാത്തൊരു പേഷ്യൻ്റ് നോക്കുന്ന GB വാൾ തിക്കണിങ്ങാണ്, നല്ല ഗ്രോത്തായിട്ട്. പേഷ്യൻറ്റിന് ഒരു കുഴപ്പമില്ല. അതുപോലെ അറിയാതെ തന്നെ ചിലപ്പം ലിംഫഡിനോപ്പതിയായിട്ട് വരുന്നവർ, പേഷ്യൻ്റ് ഒരു കംപ്ലൈൻറ്റും ഇല്ല. അറിയാതെ തന്നെ ഒരു പേഷ്യൻറ്റിന് ഒരു സിംറ്റം ഇല്ലാത്തൊരു പേഷ്യൻറ്റിന് ബൗൽ വാൾ തിക്കണിങ്ങായിട്ട് CA കോളോണായിട്ട് വന്നിരിക്കുന്നു. അപ്പം നമ്മൾക്ക് ഇതുവരെ പലതും കണ്ടേക്കാം. ഫാറ്റി ലിവർ ഒരുമാതിരിപ്പെട്ട 10 പേരെ നോക്കിക്കഴിഞ്ഞാൽ 5 പേർക്കും ഫാറ്റി ലിവറാണ്. അപ്പം എനിക്ക് തോന്നുന്നത് നമുക്കൊരു ഹെൽത്ത് ചെക്കപ്പ് വേണം. അത് എങ്ങനെയെല്ലാം പോകണം എന്ന് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. എല്ലാവർക്കും ഒരു കമ്പൽസറി വർഷത്തിലൊരിക്കലോ അങ്ങനെ ആലോചിച്ച് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നമുക്കുള്ള ഒരു സാധനമാണ് ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ അതേ ഒരു 3G നെല്ലിക്കാന്ന് സംഭവം തുടങ്ങി. ആ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞ മാസം പെരിന്തൽമണ്ണയിൽ നടന്നു. അദ്ദേഹം അതിനകത്ത് കൂടുതൽ ഉദ്ദേശിച്ചത് ഭക്ഷണത്തിലുള്ള സുരക്ഷയും ആരോഗ്യകരമായ ഭക്ഷണം, അതിൻ്റെ കൂടെ വ്യായാമം അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് IMAക്ക് യോജിച്ച് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം യോജിച്ച് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഒരു എക്സർസൈസ് അല്ലെങ്കിൽ വ്യായാമം എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ ഡോക്ടർമാർ പോപ്പുലേഷൻ നോക്കിക്കേ. ഈയിടെ പുതിയ സ്റ്റഡീസൊക്കെ വന്നു. വ്യായാമം ചെയ്യുന്നവർക്ക് ഇല്ലാത്തവരൊക്കെ ഡിസീസ് പാറ്റേൺ ഉണ്ട്. എന്നാൽ തന്നെ ഒരു 10% ആൾക്കാർ മാത്രമേ കൺസിസ്റ്റൻ്റായിട്ട് എക്സർസൈസ് ചെയ്ത് പോകുന്നുള്ളൂ. അപ്പോൾ എനിക്കൊരു ആഗ്രഹമില്ലായിരിക്കുക, എന്തുകൊണ്ട് നമുക്ക് IMA പെരിന്തൽമണ്ണയ്ക്ക് നമ്മുടെ കൂടെ സ്വിമ്മിങ്ങിന് പോകുന്നവരുണ്ട്, റണ്ണിങ്ങിന് പോകുന്നുണ്ട്, സൈക്ലിങ്ങിന് പോകുന്നുണ്ട്. നമുക്കൊരു റണ്ണേഴ്സ് ക്ലബ്ബ് പോലെ ഒരെണ്ണം മാസത്തിലൊരിക്കൽ നമുക്കത് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊന്ന് കൂടണം. അങ്ങനത്തെ രീതിയിലേക്കൊരു പ്രോഗ്രാം വേണമെന്ന്. വ്യായാമം അതാണ് എക്സർസൈസ്. ആ പാറ്റേൺ നടത്തം ഒരുപാട് പേര് പോകുന്നുണ്ട്. കൂട്ടുനടത്തോ അല്ലാത്ത നടത്തോ 1/2 മണിക്കൂർ 1 മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് നടത്തം നല്ലൊരു വ്യായാമമായി എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അറ്റ്ലീസ്റ്റ് 2-3 കിലോമീറ്റർ ഒരു ദിവസം നിങ്ങൾക്ക് ഓടാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ്സിന് പോകാൻ പറ്റുമോ? ഒരു സൈക്കിളിന് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാനൊക്കെ 10,000 അടി നടന്നു എന്ന് വിചാരിച്ചിട്ട് ആരുടെയും കൊളസ്ട്രോളോ അസുഖങ്ങളോ പോയിടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ കലോറി ശരീരത്തിൽ നിന്ന് പോവുക തന്നെ വേണം. അതിന് വേണ്ട നല്ലൊരു കോമ്പിനേഷൻസും ഒക്കെ നമുക്ക് കണ്ടെത്തണം. എക്സർസൈസ് തന്നെയാണ് പലതിനും വേണ്ടത്. കലോറി റിഡക്ഷൻ അതല്ല നമ്മൾ നടന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫുഡ് കുറയ്ക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ അതിനകത്ത് കൂടുതൽ മനസ്സിലായത്, ഇപ്പോൾ ഒരു സാധാരണപ്പെട്ട പേഷ്യൻ്റ് നിങ്ങൾ ഡോക്ടറിനടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് അത് കുറയ്ക്കുക, ഇത് കുറയ്ക്കും. പക്ഷേ അതെല്ലാം ഫാറ്റ് റിഡക്ഷനും കഴിഞ്ഞ് ഒരു മസിൽ മാസും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രായമേ നമ്മൾ ഇരുന്നിട്ട് നമുക്ക് കാര്യമില്ല. നമ്മുടെ അടുത്ത് മസിൽ ഇല്ല, ഇരുന്നിടത്തുനിന്ന് എണീക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം ഇനി ഏജ് കുറേ മിഥ്യാധാരണകളുണ്ട്. 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഹെവി എക്സർസൈസ് പാടില്ല. ചെയ്യാൻ പാടില്ല എന്നില്ല, അതിൻ്റെ പാറ്റേൺസ് ഉണ്ട്. അത് നമ്മളൊരു ട്രെയിനർ ഉണ്ടെങ്കിൽ അതിനകത്ത് അത്യാവശ്യം നമുക്ക് നല്ലപോലെ ഒരു ഡോക്ടർ പഠിച്ചിട്ടുള്ളൊരു ഡോക്ടർ വിത്ത് ട്രെയിനറാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് പാറ്റേൺസ് ആർ ദെയർ ഫോർ എക്സർസൈസ്. ഇനി ആ ടോപ്പിക് നമ്മുടെ ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. അത് നമുക്ക് പിന്നൊരു കാര്യത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പിന്നെ എടുത്തു പറയത്തക്ക വേറൊരു കാര്യം നമ്മുടെ സബിത മാഡത്തിൻ്റെ ആയിരുന്നു. എന്നും എനിക്കോർമ്മ കാലം മുതൽ നമ്മുടെ ആസ്ഥാന ചില ആസ്ഥാന വിദൂഷകൻ എന്നൊക്കെ പറയുന്നത് ആസ്ഥാന ട്രെയിനർ അല്ലെങ്കിൽ
ഇവൻറ്റ് മാനേജിങ്, ഇതൊക്കെ ഇന്നത്തെ വിമൻസ് വിങ് ഇത്ര സ്ട്രോങ് ആയി വരുന്നൊരു കാലഘട്ടത്തിന് മുമ്പ് പോലും നമുക്ക് സവിതമാനെ വിളിച്ചിട്ട് ഇന്നൊരു പ്രോഗ്രാമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കും. അതിൽ ഞാൻ ജീവിതത്തിൽ ഇതുവരെ സ്റ്റേജിൽ കയറി സ്റ്റെപ്പ് ചോദിച്ചില്ല, എന്നെ കൊണ്ട് 2 സ്റ്റെപ്പും ചെയ്യിച്ചിട്ടുണ്ട്. അതങ്ങ് വിട്ടുകൊടുത്താൽ മതി, മാഡം അത് വേണ്ടോണെങ്കിൽ ചെയ്തോളും. ഷീ ഈസ് എക്സലൻറ്റ്. അപ്പോൾ എന്തായാലും എ ബിഗ് ഹാൻഡ് ഫോർ ഹാർ. ഇതിനോടൊപ്പം അല്പസമയം കൂടുതലാണെങ്കിലും ഈ ഒരു ഇതിനകത്ത് എൻ്റെ പ്രീവിയസ് IMA വന്ന അനുഭവത്തിൻ്റെ ഒരു 2 വരിയും കൂടെ പറയാതിരിക്കാമേ. ഞാൻ 95 ഇതുപോലെ കോതമംഗലത്തു നിന്നാണ് ആദ്യം, അവിടുത്തെ മണിസാറാണ് എന്നെ ഒപ്താൽമോളജി എന്നെ IMA അന്ന് ജസ്റ്റ് ജൂനിയർ ആയിരുന്ന ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് തന്നത്. പിന്നെ ഒരു 95-96 വരുമ്പോഴാണ് ഞാൻ മൗലാന ജോയിൻ ചെയ്ത്. മൗലാന ചെയ്യുമ്പോൾ പെരുന്തമണ്ണ വരുമ്പോൾ ആദ്യം കേൾക്കുന്ന സൗണ്ട് ഹൈ സന്തോഷ്, അറിയാമല്ലോ, KSED സാറിൻ്റെ സ്ഥിരം വർത്തമാനം ഹൈ സന്തോഷ്, അതാണ് ഞാൻ ആദ്യം കേൾക്കുന്നത്. അവിടെ നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അന്ന് EMS ഹോസ്പിറ്റൽ വന്നിട്ടില്ല. അന്ന് വെരി താങ്ക്ഫുൾ ടു ഡോക്ടർ ശശി, ഈ ശശിയല്ല, ശശികുമാർ, ന്യൂറോളജി, ജ്ഞാനദാ സാറ്, കോശി സാറ്, നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. അന്ന് നമുക്ക് 2 മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു ക്ലിനിക്കൽ മീറ്റിംഗ് മൗലാനയുടെ ഉണ്ടായിരുന്നു, ഒരു ക്ലിനിക്കൽ മീറ്റിംഗ് IMAയുടെ ഉണ്ടായിരുന്നു. പിന്നെ കാലക്രമേണ അത് ഒന്നായി. പിന്നെ അത് പോകുന്നതും രസമാണ്. ഒരുപക്ഷെ എന്നെ IMA ഒരുപാട് അടുപ്പിച്ചതും ഒരു പ്രസൻറ്റേഷൻസും എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും സഹായിച്ചത് ആ ഒരു ഗ്രൂപ്പാണ്. ഒരു ശശി സാറാണേലും ജ്ഞാനദ സാറാണേലും ഒക്കെ വിളിക്കും, സന്തോഷേ കേസൊന്നുമില്ലേ, ബാ നോക്കിപ്പം ഇന്ന് IMA പിന്നെ മഞ്ചേരി, അന്ന് ഇത് ഇത്ര ഡിവൈഡ് ചെയ്തിട്ടില്ല. എല്ലാ ബുധനാഴ്ചയും ഫസ്റ്റിൽ IMA മഞ്ചേരിയാണ്. ഒരു കാർ എടുക്കുക, പോവുക തന്നെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ രാംദാസ് ഡോക്ടറും മോഹൻദാസ് ഡോക്ടറും എല്ലാം കാണും. അതിനകത്ത് എത്രയോ ജോളിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ. അത് പറയാതിരിക്കാൻ പറ്റില്ല. രാംദാസ് സാർ ഉണ്ടോയെന്ന് അറിയത്തില്ല. രാംദാസ് സാറിൻ്റെ കൂടെ ഞങ്ങളുടെ സാറിൻ്റെ പഴയ യൂനോ ആയിരുന്നു സാറിൻ്റെ വണ്ടി. അപ്പം ഞങ്ങൾ മഞ്ചേരിക്ക് പോവുകയാണ്. അപ്പോൾ 9 മണി 8 എന്ന് പറഞ്ഞു, പക്ഷെ 9 മണി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഞാൻ രാംദാസ് സാർ ഓടിക്കുന്നു, ഇപ്പുറത്ത് മോഹൻദാസ് സാർ ഇരിക്കുന്നു, പുറകിൽ ഞാനുണ്ട്. പിന്നെ വേണുഗോപാൽ സാറാണോ എന്ന് എനിക്കറിയാൻ മേല അന്ന് പോയ കൂട്ടത്തിലുള്ളത്. രാംദാസ് സാർ പറയാം, ഈ വണ്ടി അങ്ങോട്ട് പോകുന്നില്ല, വാട്ട് ഈസ് ഹാപ്പനിങ് ചെയ്യേണ്ട സമയത്തിന് ഇറ്റ് ഈസ് നോട്ട്, എന്തൊരു വണ്ടി അത്, ഫിയറ്റ് യൂനോ. അപ്പോൾ പറഞ്ഞ് പുറകിരുന്ന് വേണുഗോപാൽ സാറാണെന്ന് എൻ്റെ ഓർമ്മ പറയുന്നുണ്ട്, രാംദാസ് നിങ്ങൾ 2nd ഗിയറിലാണ് ഓടിക്കുന്നത് കേട്ടോ, ഇച്ചിരി ഒന്നും ആക്കണം. അപ്പോൾ അങ്ങനെ എത്ര തമാശകളും ഒക്കെ ആയിട്ടാണ് അന്നത്തെ കാലഘട്ടം പോയിരുന്നതെന്ന് ഞാൻ ഓർക്കുമ്പം ചിലയിടത്തൊക്കെ എനിക്ക് ലൂസായില്ലേ എന്ന് പോലും തോന്നാറുണ്ട്. അതുപോലെ പ്രസൻറ്റേഷൻ, അന്ന് ഇസ്മായിൽ സാറിന് പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. ഏത് മെമ്പേഴ്സിനും എവിടെയും പോയി പ്രസൻറ്റ് ചെയ്യാമായിരുന്നു. നമ്മൾ ചുറ്റുവട്ടത്തുള്ള എല്ലാ IMA സ്ഥലങ്ങളിൽ നമ്മൾ പോയിരുന്നു. അതായത് പെരിന്തൽമണ്ണയിൽ നിന്ന് പോകുമ്പോൾ ഒരു ടോപ്പിക് വേണം. അന്നും ഇന്നും IMA വൈസാണെങ്കിൽ ശരി, അക്കാഡമിക് വൈസാണെങ്കിൽ ശരിയും നമ്മളുടെ ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെരിന്തൽമണ്ണ എന്നുള്ള ഒരു IMA മെമ്പർക്കും ദുഃഖപ്പെടേണ്ടി വരത്തില്ല. ധൈര്യപൂർവ്വം, അഭിമാനപൂർവ്വം, അഹങ്കാരമായിട്ട് തന്നെ പറയാം, ഞാൻ IMA പെരിന്തൽമണ്ണയിലെ മെമ്പർ തന്നെയാണ് എന്ന്. പിന്നെ വിമൻസ് വിങ്, അന്നും ഇന്നും വിമൻ പവർ, നിങ്ങളില്ലാതെ ഞങ്ങളില്ല. പുരുഷനൊരു സ്ത്രീ ബാക്കപ്പ് എന്ന് പണ്ട് പറഞ്ഞിരുന്ന കണക്ക് IMA ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബാക്കപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പല സ്ഥലങ്ങളിലും അത് തെളിയിച്ചിട്ടുള്ളതാണ്. ആ പവർ ഇനിയും ഞങ്ങളുടെ ടീമിന് തരണമെന്ന് താഴ്മയായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഏതായാലും ഇത്രയും ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ജയ് IMA. Thank you. Thank you, Dr. Santhosh. I request you to introduce your team. So, സെക്രട്ടറി ടീമിനെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. സെക്രട്ടറി ഡോക്ടർ ഷംജിത്ത്, ട്രഷറർ രാജീവ്, SWC നമ്മുടെ ഷാജി സാറുണ്ട്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജലീൽ KB, അടുത്ത വൈസ് പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണദാസ് ഇളയിടം, കൃഷ്ണദാസ് ഫുഡിന് പോയെന്ന് തോന്നുന്നു, ജോയിന്റ് സെക്രട്ടറി ആനന്ദ് ശ്രീറാം, നെക്സ്റ്റ് ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ സൗമ്യ. സോ ഇതാണ് എൻ്റെ മെയിൻ ടീം അംഗങ്ങൾ. ഗീവ് ദം എ ബിഗ് ഹാൻഡ്. നമുക്കും ഒന്ന് റോക്ക് ചെയ്യണം.
താങ്ക് യു. Thank you and best wishes to the new team. I cordially invite our beloved MLA, Sri Najib Kantapuram, to address the gathering. എല്ലാവർക്കും നമസ്കാരം. വളരെ വൈകിയ വേളയാണ്. പക്ഷേ കഴിഞ്ഞ ഇൻസ്റ്റലേഷൻ പ്രോഗ്രാമിലെല്ലാം ഞാൻ മിസ് ചെയ്യാതെ പങ്കെടുത്തതുകൊണ്ട് ഡോക്ടർ സന്തോഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ടീമിൻ്റെ ഇൻസ്റ്റലേഷനിലും വരാൻ കഴിഞ്ഞത് ഒരു പ്രൗഡായിട്ട് ഞാൻ കാണുകയാണ്. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. തീർച്ചയായിട്ടും ഒരു മത്സര ബുദ്ധിയോടെ നിങ്ങൾക്ക് ഈ പുതിയ ടീമിന് ഗംഭീരമായി പ്രവർത്തിക്കാൻ കഴിയട്ടെ. എല്ലാ ആശംസകളും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിലൊരു ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ആ ചർച്ചയിൽ മലപ്പുറത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും പ്രധാനമായി കോട്ട് ചെയ്തത് പെരിന്തൽമണ്ണ IMA ആയിരുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് പറയാം. കാരണം പെരിന്തൽമണ്ണ IMAക്കുള്ള ഏറ്റവും വലിയ സവിശേഷത ഇത്രയേറെ മെമ്പർമാരുണ്ടെന്ന് മാത്രമല്ല, നിങ്ങൾ കാണിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ അതിലെടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നതുകൂടി വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഈ ടീമിന് ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എന്നും പെരിന്തൽമണ്ണയിലെ ഡോക്ടർമാരുടെ കൂടെ 100% ഉണ്ടാകും എന്നുകൂടി അറിയിക്കുക. I call upon Dr. Shaji A to hand over a memento to Dr. Joseph Benavan as a token of appreciation. And now Dr. Shaji will be handing over a token of appreciation to Dr. Srivilasan K.A. And it's time for the distribution of President's Appreciation Awards. We have 25. ഇവിടെ ഡോക്ടർ ഷാജിയുടെ ഈ പ്രസംഗത്തിലും ജലീലും എല്ലാം ഒരു വർഷത്തെ കണക്കാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഒരു വർഷത്തെ കണക്കല്ല, 2 വർഷത്തെ കണക്ക് ഇവിടെ ഉണ്ടായിരുന്നു. കാരണം അവർ കോൺസിക്യൂട്ടീവായിട്ട് 2 years ആണ് ഇവിടെ പ്രവർത്തിച്ചത്. ആ ഒരു 2 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാജിയുടെ ഡൈനാമിസം എന്ന് പറയുന്നത് IMA പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രസിഡന്റിനെ പോലെ പ്രവർത്തിച്ച വ്യക്തിയാണ്. അതുപോലെ ജലീലിനെ കുറിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. കാരണം ജലീൽ ഈ സ്റ്റേജിലേക്ക് വരാൻ അല്പം ഷൈയാവുമെങ്കിലും ആ പ്രവർത്തനത്തിൽ ആ ഷൈനസ് ഇല്ല, വളരെ കർശനമായിട്ട് അത് പറയുന്നു. അപ്പോൾ ആ ഒരു ടീം, അതുപോലെ സുജിത്തിൻ്റെ കാര്യത്തിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങളായിട്ട് സുജിത്ത് വളരെ ക്ലോസ് ആയിട്ട് സെക്രട്ടറി, ട്രഷറർ അങ്ങനത്തെ ഇതിൽ പ്രവർത്തിക്കുക. അപ്പോൾ ആ ഒരു ടീമിൻ്റെ ഒരു ഇതിലൂടെ നമ്മുടെ പെരിന്തൽമണ്ണ IMA സ്ട്രെങ്തൻ ചെയ്യുകയും കൺസോളിഡേറ്റ് ചെയ്യുകയും നമുക്ക് ഉണ്ടായിരുന്ന പല അരിഷ്ടതകളും മാറ്റാൻ അവർ സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്രത്യേക അഭിനന്ദനങ്ങൾ. അതുപോലെ പുതിയ ടീമായിട്ട് ഡോക്ടർ സന്തോഷ് ലോങ് ഇതായിട്ട് ഒരു 10 വർഷം മുമ്പ് പ്രസിഡന്റ് ആവേണ്ട വ്യക്തിയാണ്. അപ്പോൾ ആ സന്തോഷ നേതൃത്വത്തിൽ ഇനി വളരെ ശക്തമായ ഒരു പ്രവർത്തനം. താങ്ക് യു. പ്രത്യേകിച്ച് വേറൊന്നും എടുത്ത് പറയേണ്ടതായിട്ടില്ല. നമ്മുടെ ലീഡേഴ്സിനെ കുറിച്ച്, പ്രസിഡന്റിനെ കുറിച്ചും സെക്രട്ടറിയെ കുറിച്ചും വളരെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ 2 കൊല്ലം IMA പെരിന്തൽമണ്ണ ബ്രാഞ്ചിന് വളരെ ശക്തമായിട്ടുള്ള നേതൃത്വമാണ് ഉണ്ടായിരുന്നത്.
കാരണം എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഷാജിയുടെ ആ ഒരു മികവ്, ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. കൺഗ്രാജുലേഷൻസ് ഷാജി. അതിന് നല്ല രീതിയിലുള്ള പിന്തുണ കൊടുത്തുകൊണ്ട് ജലീലിൻ്റെ പ്രവർത്തനം സംസ്ഥാന തലത്തിൽ തന്നെ വളരെയധികം, ഷാജിയുടെയും ജലീലിൻ്റെയും പ്രവർത്തന ശൈലിയും അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും സംസ്ഥാന തലത്തിൽ തന്നെ പലതവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. എസ്പെഷ്യലി നമ്മുടെ ജലീലിൻ്റെ ആ മെമ്പർഷിപ്പ് ഡ്രൈവ് 3 വർഷം കൊണ്ട് നമ്മുടെ മെമ്പർഷിപ്പ് ഇരട്ടിയാക്കാൻ സാധിച്ചു. ഇരട്ടിയാക്കാൻ എന്ന് പറഞ്ഞാൽ ചില്ലറ ഒരു ചെറിയ കാര്യമല്ല. 500-ൽ 1000-ന് മുകളിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നതൊക്കെ 3 വർഷം കൊണ്ട് സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. അത് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട സംഗതിയാണ്. തീർച്ചയായിട്ടും ജലീൽ വളരെ നല്ല രീതിയിലുള്ള അപ്രീസിയേഷൻസ് അർഹിക്കുന്നു. ഡോക്ടർ ആശിഷ് നായർ, പ്ലീസ്. നമ്മുടെ സുജിത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. സന്തോഷിനെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സന്തോഷ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹം വളരെ വൈകിയാണെങ്കിലും പെരിന്തൽമണ്ണയുടെ സാരഥ്യം ഏറ്റെടുക്കുന്നതിന് അദ്ദേഹത്തെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. താങ്ക് യു. എന്ത് കാര്യത്തിനും വഴികാട്ടിയായി സ്റ്റേറ്റ് പ്രോഗ്രാമുകളൊക്കെ ഒരു ആവേശമായിട്ട് ഏറ്റെടുത്ത് എന്തിനും ഏതിനും ഐമയോടൊപ്പം എന്നും ശക്തമായി നിലകൊള്ളുന്ന നേതാവ്. ഈ ടീമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ IMA ഈ ചരിത്രത്തിൽ, കാരണം 93-ൽ ഞാൻ സെക്രട്ടറിയൊക്കെ ആയിട്ടുള്ള കാലഘട്ടമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ശരിക്കും നമ്മൾ സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെടുന്ന ഒരു നല്ലൊരു കാലഘട്ടമാണ് ഈ ടീം. പറഞ്ഞാൽ ഷാജി, ജലീൽ, സുജിത്ത് ശരിക്കും വളരെ നല്ലതായിരുന്നു. കാരണം അവരോടൊപ്പം പ്രവർത്തിക്കാൻ തന്നെ നമുക്ക് ത്രില്ലാണ്. അതുമാതിരി ഏത് ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴും, നമുക്ക് ഏത് സ്പെഷ്യൽ ഡേ ആകുമ്പോഴും എന്തായാലും തലേദിവസം രാത്രി ഒരു കോള് വരും ജലീലിൻ്റെ, മാഡം നാളെ രാവിലെ മറക്കരുതേ എന്നുള്ളത്. അതുകൊണ്ട് അത് ഒരിക്കലും മറക്കാതെ തന്നെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വളരെ താങ്ക്സ്. പിന്നെ ഈ നന്ദി എല്ലാത്തിനും. താങ്ക് യു. ഒരു വിമയുടെ ഭാഗത്തു നിന്ന് ഒരു കാര്യം കൂടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് എന്താ വെച്ചാൽ ഷാജി സാറിനെ പോലെ ഇത്ര പോസിറ്റീവായിട്ട് പറയുന്ന ഒരാൾ നമ്മളെ എങ്ങനെ ബൂസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്തു പോകും. സാറിന് അറിയാം നമ്മളെ എങ്ങനെ ചെയ്യിക്കണം എന്ന്. കാര്യം ഇത്ര നിഷ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ അതൊരു ഭയങ്കര ബൂസ്റ്റിംഗ് ആണ്. താങ്ക് യു സോ മച്ച് ജലീൽ സാർ ഓൾസോ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഇതെൻ്റെ ഭാര്യയാണ്. ഈ ഭാര്യയുടെ ഒരൊറ്റ എന്താ പറഞ്ഞ നിർബന്ധം കൊണ്ടാണ് ഞാൻ രണ്ടാമത് ഈ സ്ഥാനം ഏറ്റെടുത്തത്. കാര്യം ഭാര്യയെ ഇൻഫ്ലുവൻസ് ചെയ്ത ആളിവിടെ ഇല്ല. സീരി സാറാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്. ഷാജി ഈ വട്ടം കൂടി പ്രസിഡൻ്റ് ആക്കണം, അദ്ദേഹം നോമിനേഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് കൊടുപ്പിച്ചത്, ഈ എൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും ശക്തി പകർന്നതും ആയിട്ടുള്ള എൻ്റെ ഭാര്യയാണ്. third term, I had to go and influence Sini, speak to her and tell, because when I'm becoming the when I said, when I'm becoming the president, I want Jalil and Shaji to be the team in Peritnhalmanna. Only then, I can really move ahead. So thank you, Sini. She was a bit hesitant initially, but then somehow I charmed her. So thank you so much. Thank you so much. Thank you, sir, for the nice words. നമ്മളെ മുഷിപ്പിക്കാതെ നമ്മളധികം
നല്ല രീതിയിൽ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്ത് നമ്മളെ എൻ്റർടൈൻ ചെയ്ത് ഒരു MC-യുടെ കഴിവ് എന്താണെന്ന് നമുക്ക് നല്ലോണം അറിയാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ IMAയോട് നന്ദി പറയുകയാണ്. ഒപ്പം ഷാജി ഡോക്ടർ, ജലീൽ ഡോക്ടർ, സീതി ഡോക്ടർ, ഒരുപാട് പേര് അറിയുന്നവരുണ്ട്. എനിക്ക് ഈ ഒരു മുഹൂർത്തം വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ്. 10 വർഷത്തിലേറെയായിട്ട് പെരിന്തൽമണ്ണയിൽ വാർത്തകളുടെ ലോകത്തുണ്ടെങ്കിലും ആ വാർത്ത നന്നായി, ഇത് നന്നായി എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഔപചാരികമായിട്ട് എനിക്ക് കിട്ടുന്ന ആദ്യത്തെ അവാർഡ് കൂടിയാണ് ഇത്. അതിൽ ഒരുപാട് സന്തോഷം. അതിനെൻ്റെ കൂടെ നിൽക്കുന്ന ഹസ്ബൻഡ് സുദീപ്, അദ്ദേഹം എല്ലാ കാര്യത്തിനും എൻ്റെ ഒപ്പമുണ്ട്. ഫാമിലി, അതിലേറെ നിങ്ങൾ കാണുന്ന വാർത്തയിൽ ഒരു 10% മാത്രമായിരിക്കും എൻ്റെ കോൺട്രിബ്യൂഷൻ. ഞാൻ എഴുതും, ഞാൻ വായിക്കും. ഒപ്പം അതിൽ ക്യാമറയും എഡിറ്റിംഗും ഒക്കെ ചെയ്യുന്ന ഞങ്ങളുടെ ചാനലിലെ രാജേഷ്, അദ്ദേഹം ഈ വാർത്തയുടെ എൻ്റെ ഈ അവാർഡിൻ്റെ ഒരു പകുതി അദ്ദേഹത്തിൻ്റെ വർക്കും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നു, എല്ലാവരോടും സ്നേഹം. എനിക്കും ഒത്തിരി നന്ദി പറയാനുണ്ട്. ബിക്കോസ് I would say my best photographs have always come from his lens. I'm not joking, because ഇത്രയധികം ബ്രാഞ്ചസിൽ പോയി 3 years I've been photographed so many times. പക്ഷേ the best photographs have been from him. Thank you so much. I invite Dr. V.U. Sethi for a felicitation. President Dr. Santosh Kumar, IPP, Dr. Shaji, വേദിയിലിരിക്കുന്നതും സാധിക്കുന്നതുകൊണ്ട് വളരെ വൈകി എല്ലാവരും വിശദീകരിക്കുന്ന സമയം കൂടുതൽ പറയാനായിട്ടൊന്നും ഇല്ല. പറയേണ്ടതൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എന്നാലും ശരി, ആ ഷാജിയുടെ നേതൃത്വത്തിലുള്ള 2 വർഷവും ജലീൽ സെക്രട്ടറി ആയിട്ടുള്ള 3 വർഷവും ഇപ്പം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകം 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 അവരെ വിളിച്ചുകൊണ്ടാണ് ഷാജിയുടെ ആ പബ്ലിക്കായിട്ടുള്ള ആ ഇതും IMAയുടെ പേര് പബ്ലിക്കിൽ കൊണ്ടുവരാനുള്ള ഒരിത് പ്രത്യേക ഒരിത് തന്നെയായിരുന്നു. പിന്നെ ജലീലിനെ പറ്റി പറയുകയാണെന്ന് ഞങ്ങൾ പറഞ്ഞു തന്നെയാണ്. എന്നാലും ശരി, ആ മീനെ പിടിക്കണ മാതിരിയായിരുന്നു ജലീൽ മെമ്പേഴ്സിൽ പിടിച്ചുകൊണ്ടിരുന്നത്. ഇത്ര മെമ്പേഴ്സ് കൂട്ടുവാനുള്ളത് അതുണ്ട്. പക്ഷെ അതിൽ ഒരു കാര്യമുണ്ട്, നമ്മുടെ ജലീലുണ്ട്, അതിന് കുറേ സിനിയുണ്ട്. സിനി പ്രത്യേകിച്ച് അഭിനയം നമ്മുടെ സിനിക്ക് കൊടുക്കേണ്ടത്. പിന്നെ ഓൾ ടീം വർഷങ്ങളായിട്ട് നമ്മുടെ ട്രഷറായിട്ട് വരുന്ന സുജിതിനെ പ്രത്യേക അഭിനന്ദിക്കുകയാണ്. ഒരിതുള്ളത്. ഇനി ഡോക്ടർ സന്തോഷ് കുമാർ പുതിയ പ്രസിഡൻ്റായിട്ട് ചാർജ് എടുത്തിട്ടുണ്ട്. അത് വളരെ വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് നന്നാക്കി കൊടുക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ടേഴ്സിനിടയിലുള്ള എക്സസൈസ് കൂടുതലാക്കാനുള്ളതും ആ ഇതാണ് മൂപ്പരെ പ്രധാനമായിട്ടുള്ളത്. അത് അജണ്ട നടത്താക്കാനായിട്ട് നമ്മളെല്ലാവരും സഹായിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാനും സന്തോഷ് കുമാറും തമ്മിൽ വെറുതെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞാൻ പെപ്സിന് ചെയർമാനിക്കുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ സെക്രട്ടറി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മൂപ്പര് എന്നെ കുറച്ചിങ്ങനെ മാറി പോയത് ഒരു ഇതാണ് ഉണ്ടായത്. പിന്നെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. അത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ സന്തോഷേ പ്രസിഡൻ്റ് ആകുമോ എന്ന് ചോദിച്ചു. ഒടുവിലാണ് ഈ ഇയറാണ് അദ്ദേഹം സമ്മതിച്ചത്. ഇവിടെ ഒരു പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റും പ്രസിഡൻ്റ് എലക്റ്റും എല്ലാം വന്ന് നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ ഇത് വളരെ ഗാംഭീര്യമാക്കി തന്നു. ഞാൻ പ്രസിഡൻ്റ് കൂടെ ഇന്ന് മഞ്ചേരിയിലുണ്ടായിരുന്നു. അവിടെ ജനത്തിനെതിരെ
ഇത് കഴിഞ്ഞ് നമുക്ക് ഫ്ലൈയിങ്, ഞാൻ പിന്നെ പ്രസിഡന്റ് പറയാറുള്ളത് പറക്കും സ്വാമി എന്നാണ്. എല്ലായിടത്തും ഇങ്ങനെ നടന്ന് ഇതാക്കാം. പിന്നെ ശ്രീനിവാസന് എല്ലാവിധ ആശംസകളാണ്. നന്നായിട്ട് പ്രസിഡന്റ് ആകാനായിട്ട് പിന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയൊന്നും ഞാൻ I request Dr. V.U. Sethi to kindly present an award of honor to Dr. Shaji A. Let me now invite Dr. Jnanadas, Chairman DC Malappuram, for a felicitation. വൈകിയ വേളയിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. വളരെ മികച്ച പ്രവർത്തനം നടത്തിയ ഡോക്ടർ ഷാജി, ഡോക്ടർ ജലീൽ, ഡോക്ടർ സുജിത്ത് എന്നിവരെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ടും ഡോക്ടർ സന്തോഷിനും ഡോക്ടർ ഷംജിത്തിനും ഒക്കെ മികച്ച പ്രവർത്തനം നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. Thank you, Dr. Jnanadas. Dr. Shamjit AA, new Secretary of IMA Peritnhalmanna branch, will now deliver the word of thanks. വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും പേരെടുത്ത് പറയുന്നില്ല. ഒരുപാട് പേര് നമ്മുടെ മുമ്പിൽ ലെജൻഡറി ആളുകളായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. സ്റ്റേറ്റ് പ്രസിഡൻറ്റ് ബെനവൻ സാറ്, അതേപോലെ തന്നെ പ്രസിഡൻ്റ് എലക്റ്റായിട്ടുള്ള ശ്രീവിലാസൻ സാറ്, അതേപോലെ തന്നെ നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട, ഞാൻ IMA വന്നിട്ട് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഇങ്ങനെ നമ്മൾ കൺമുന്നിൽ IMA ഇത്രയധികം ആക്റ്റീവാണെന്ന് നമുക്ക് മുമ്പിൽ കാണിച്ചു തന്ന ഷാജി സാറും ജലീൽ സാറും, അതേപോലെ തന്നെ നമ്മുടെ മുമ്പിൽ ഞാൻ എടുത്തു വീണ്ടും പറയുന്നു ലെജൻഡറി ആയിട്ടുള്ള സീതി സാറ്, KA സീതി സാറ്, VU സീതി സാറ്, പിന്നെ ജയകൃഷ്ണ സാറ്, എല്ലാവരും സാമുൽ സാറ്, എല്ലാവരും മുൻനിർത്തിയത് കൊണ്ട് തന്നെ പറയുന്നു. ഒരു IMA ഒരു ഭാരവാഹി ആയിട്ട് ഒരു 2022 ഇതിൽ IMA ജോയിൻ ചെയ്തു, എക്സിക്യൂട്ടീവ് മെമ്പറായി. പക്ഷേ ഒരു ചെറിയ കാലഘട്ടത്തിൽ തന്നെ എന്നെ ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ചെറിയ വൈകിയ വേളയിൽ ഇവിടെ ഒത്തുകൂടിയ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതേപോലെ തന്നെ വീണ്ടും അവരുടെ എല്ലാവിധ ഗൈഡൻസും നമുക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഈ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും, അതേപോലെ തന്നെ നമ്മുടെ വർണ്ണശബളമായ കൾച്ചറൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുള്ള എല്ലാവിധ മെമ്പേഴ്സിനും, പിന്നെ അതേപോലെ തന്നെ ഈ പരിപാടി നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള ക്ലാരസ്, അതേപോലെ തന്നെ കിയ മോട്ടോഴ്സ്, അവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ 2024-25 പുതിയ ഭാരവാഹികളുടെ പേരുകൾ ഒന്നുകൂടി അനൗൺസ് ചെയ്യുകയാണ്. പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് കുമാർ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ KB ജലീൽ, ഡോക്ടർ കൃഷ്ണ സേലടത്ത്, സെക്രട്ടറി ഡോക്ടർ ഷംജിത്ത്, ജോയിൻറ്റ് സെക്രട്ടറി ആനന്ദ് ശ്രീറാം ആൻഡ് ഡോക്ടർ സൗമ്യ CS, and WC member Dr. Shaji Abdul Ghafoor.